ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള പീരിയോഡിസിറ്റി ആൻഡ് കെമിസ്ട്രി ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു പോർഷനകത്ത് കുറെ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു 3-4 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം കാരണം ആ പോർഷൻസിൽ നിന്ന് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഒരു 4 to 5 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള VSEPR തിയറി, ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് VSEPR തിയറി. VSEPR തിയറിയിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബോണ്ട് പെയർസ്, ലോൺ പെയർസ് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ ജിയോമെട്രി കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. 1-2 മാർക്ക് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സെറ്റ് എക്സാംസിനും ചോദിക്കാറുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ VSEPR കൺസെപ്റ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഇതേപോലെ റിപ്പീറ്റഡ്ലി എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ ബൊറൈൻസ്. നമ്മുടെ വെയ്റ്റ്സ് റൂൾ ഒക്കെ ഉണ്ടല്ലോ, ക്ലോസോ, നീഡോ, ഹൈപ്പോ, അരക്കനോ കണ്ടുപിടിക്കാനായിട്ട്. അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ബൊറൈൻസ് അല്ലെങ്കിൽ കാർബൊറൈൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 1-2 ചോദ്യങ്ങൾ ഷുവർ ആണ്. നമുക്ക് എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒന്നാണ് സ്റ്റിക്സ് നമ്പർ. ഈ 3 പോർഷൻസ് ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്ന 3 ഏരിയാസ് ആണ്. അപ്പൊ ആ ഒരു ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്ച്വലി ഉള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഇതിപ്പോ ഇന്ന് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ വരുന്ന ഓരോ ക്ലാസ് അനുസരിച്ചിട്ട് നമുക്ക് ചില മൊഡ്യൂൾസ് ഒക്കെ ചെറിയ ടോപ്പിക്സ് ആണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെയുള്ള മൊഡ്യൂൾസ് വരുമ്പോൾ നമുക്ക് 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് MCQ ഡിസ്കഷൻ ചെയ്യാം. പക്ഷെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് വെച്ചിട്ട് മാത്രമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയാം. അതിനനുസരിച്ചിട്ട് നമുക്ക് വരുന്ന ലൈവില് മാറ്റങ്ങൾ വരുത്താം. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ MCQ ഡിസ്കഷൻ എടുത്ത് പോകണം എന്നാണോ, അതോ ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുത്തു പോകുന്നതാണോ? നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം? അത് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സസിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓർഡറിൽ പോയാൽ മതിയോ അതോ ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക്, അനലിറ്റിക്കൽ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എടുത്ത് പോയാൽ മതിയോ? മിക്സ് ചെയ്ത് ഓരോ ആഴ്ച ഓൾട്ടർനേറ്റീവ് ആയിട്ട്. നിങ്ങൾ മെസ്സേജ് ഇടുക, അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓഡിബിൾ അല്ലേ? റെസ്പോൺസ് വരുന്നില്ലല്ലോ ആരുടെയും ഭാഗത്തുനിന്ന്. കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഓർഡറിൽ പോയാൽ മതിയോ? ഓക്കെ, ഓർഡറിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല, നമുക്ക് മിക്സ് ചെയ്ത് എല്ലാം കൂടെ എടുക്കണം എന്നുണ്ട്. ഓക്കെ, ഓർഡറിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു പോവാം. ഓക്കെ. അപ്പം പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കുമ്പോൾ ഇടയിൽ പറഞ്ഞു പോവാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഓർഗാനിക് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ടൈം ഓർഗാനിക്കിന് വേണ്ടിയിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ടൈമും കൂടെ നമ്മൾ ഫിസിക്കലും ഇനോർഗാനിക്കിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത്. എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യണം എന്നല്ല. ഓർഗാനിക്കിൽ ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിന്ന് തന്നെ R&S നോമൻക്ലേച്ചർ, EZ നോമൻക്ലേച്ചർ, ഇതിൽ ഏതിൽ നിന്നെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. അതേപോലെ ആരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ട്, ആരോമാറ്റിക് ആണോ, ആന്റി ആരോമാറ്റിക് ആണോ, നോൺ ആരോമാറ്റിക് ആണോ, ഹോമോ ആരോമാറ്റിക് ആണോ, അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യവും 1-2 ക്വസ്റ്റ്യൻസ് ആരോമാറ്റിസിറ്റി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബയോമോളിക്യൂൾസിന്റെ ഒരു പോർഷൻ ഉണ്ട്, നാച്ചുറൽ പ്രോഡക്ട്സ് ആൻഡ് ബയോമോളിക്യൂൾസ്. ഈ പോർഷനൊക്കെ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓർഗാനിക് പഠിക്കുക. പക്ഷെ റിയേജൻസിന്റെ ഒക്കെ കാര്യം വരുമ്പോഴത്തേന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഓരോ റിയേജന്റ് പഠിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, ഇന്നത് റിയാക്ട് ചെയ്ത ഇന്ന പ്രൊഡക്റ്റ് കിട്ടും. പക്ഷെ നമുക്ക് മെക്കാനിസംസ് വെച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പം വരുന്നത്. അപ്പൊ നമ്മൾ കുറെ സമയം എടുത്ത് കുറെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എക്സാമിന് വരുമ്പോൾ പുതിയൊരു എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ മെക്കാനിസം എഴുതി അത് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പം പറ്റണം എന്നില്ല. അപ്പൊ
നമുക്ക് എവിടെയാണോ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ പോർഷൻസിന് നിങ്ങൾ കുറച്ച് കൂടുതൽ ടൈം കൊടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഓർഗാനിക്കിന്റെ കേസിൽ ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ ഓർഗാനിക്കിൽ ഞാൻ ഈ പറഞ്ഞ പോർഷൻസ് നിങ്ങൾ ബാക്കി പോർഷൻസ് പഠിക്കുന്ന പോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കി ഈ റിയേജൻസ്, നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ മൊഡ്യൂൾസ് ഉണ്ടല്ലോ ഓർഗാനിക്കിനകത്ത് വരുന്ന റിയേജൻസ്, നെയിം റിയാക്ഷൻസ്, രണ്ടാമത്തെ നാലാമത്തെ നമ്മുടെ ഫോട്ടോ കെമിസ്ട്രി, പെരിസൈക്ലിക്, ഇതൊക്കെ നമുക്ക് കുറെ ടൈം എടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ള പോർഷൻസിന് അതിനനുസരിച്ച് ടൈം കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ. ഞാൻ ഹൈബ്രിഡൈസേഷന്റെ കൺസെപ്റ്റ് ജസ്റ്റ് ജനറൽ ആയിട്ട് ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നത്തെ സെറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം യൂഷ്വലി നമ്മളിപ്പോ ഹൈബ്രിഡൈസേഷൻ VSEPR തിയറി വെച്ചിട്ട് വരച്ചൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് വഴി നമുക്ക് എങ്ങനെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം, ബോണ്ട് പെയേഴ്സ്, ലോൺ പെയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അതേപോലെ അവരുടെ ജിയോമെട്രി, ഷേപ്പ്, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം റിപ്പീറ്റ് ഒന്നുകൂടെ പറയണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക കേട്ടോ. നമ്മുടെ ആവശ്യമാണ് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കരുത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക, ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് ഇന്നോ നാളെയോ തന്നെ നിങ്ങൾ പഠിച്ച് അതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് നോക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി കാര്യങ്ങൾ നമ്മൾ മറന്നു. അപ്പം ലൈവ് എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അന്നന്ന് പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് വഴി അത് അയച്ചാൽ മതി, നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നോക്കുക, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് VSEP നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, VSEP നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്: നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് സ്പീഷീസ് പ്ലസ് ആനയോൺസ് മൈനസ് കാറ്റയോൺസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് സ്പീഷീസ് പ്ലസ് ആനയോൺസ് മൈനസ് കാറ്റയോൺസ് ഡിവൈഡഡ് ബൈ 2. ഞാനിപ്പം 2 എക്സാമ്പിൾസ് ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതാം, നിങ്ങൾ നോക്കുക. എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാന് NH3 NO2 ഈ 2 സ്പീഷീസുകളാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ഓക്കെ, ആദ്യം നമുക്ക് NH3 നോക്കാം. NH3 എടുക്കുമ്പോൾ അവിടുത്തെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ വരുന്നത്? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. സോ കോൺഫിഗറേഷൻ 2, 5 എന്ന് വരും. സോ വാലൻസിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജന്റെ കേസിൽ. ഓക്കെ, അപ്പൊ NH3യുടെ കേസിൽ VSEP നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിന്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് സ്പീഷീസ്. ആ സെൻട്രൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തിട്ട് മോണോവാലന്റ് ആയിട്ടുള്ള എത്ര ആളുകൾ ഉണ്ട് എന്ന് നോക്കാം. മോണോവാലന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ ഉൾപ്പെടാം? ഹൈഡ്രജൻ ഉൾപ്പെടാം, നമ്മുടെ ഹാലജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരൊക്കെയാണ് മോണോവാലന്റ് ആയിട്ട് വരിക. ഇൻ കേസ് സറൗണ്ട് ചെയ്യുന്നവർ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ ഒക്കെയാണ് സറൗണ്ട് ചെയ്യുന്ന സ്പീഷീസ് എങ്കിൽ നമുക്ക് അവരെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഓക്സിജൻ ഒക്കെ ഡൈവാലന്റ് സ്പീഷീസ് ആണ്. അപ്പം ഈ പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ സറൗണ്ട് ചെയ്യുന്നവർ ഒന്നെങ്കിൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഫ്ലൂറിൻ അല്ലെങ്കിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ, ഇതിൽ ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിലേ നമുക്ക് ഈ നമ്പർ ഓഫ് മോണോവാലന്റ് സ്പീഷീസിനെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ NH3യുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിച്ചു 5. അതിനെ സറൗണ്ട് ചെയ്തിട്ട് 3 ഹൈഡ്രജൻ ആണുള്ളത്. ഹൈഡ്രജൻ മോണോവാലന്റ് സ്പീഷീസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സ്ഥാനത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ പ്ലസ് ആനിയോൺസ് മൈനസ് കാറ്റയോൺസ്, അതായത് ഈ സ്പീഷീസിന് എന്തെങ്കിലും ചാർജ് ഉണ്ടോ എന്ന് നോക്കാം. NH3ക്ക് എന്തെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആനിയോൺസിന്റെ സ്ഥാനത്തും കാറ്റയോൺസിന്റെ സ്ഥാനത്തും 0 ഇടുക. ഓക്കെ, ദെൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 5 + 3 ഡിവൈഡഡ് ബൈ 2, 8/2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ VSEP നമ്പർ എന്ന് പറയുന്നത്. ആ നമ്പർ എന്തൊക്കെയാവാം? 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, എന്തോ ആയിക്കോട്ടെ. കിട്ടുന്ന ആ നമ്പറിനെയാണ് നമ്മൾ VSEP നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ കിട്ടുന്ന VSEP നമ്പർ 2 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്പീഷീസിന്റെ ഹൈബ്രിഡൈസേഷൻ SP ഹൈബ്രിഡൈസേഷൻ ആണ്. 3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഹൈബ്രിഡൈസേഷൻ SP2 ആണ്.
4 കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. 5 കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. 6 കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. ഓക്കെ, അപ്പൊ BSEP നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഏതാണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പൊ NH3യുടെ കേസിൽ തന്നെ നോക്കിക്കേ, നമുക്ക് കിട്ടി BSEP നമ്പർ എത്രയാണ്? 4 ആണെന്ന് കിട്ടി അല്ലെ. അപ്പം BSEP നമ്പർ 4 കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. അപ്പൊ NH3യുടെ വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ. ഇനി ഇപ്പൊ NO2 ആയിരുന്നു എന്നുണ്ടെങ്കിൽ NO2 മൈനസ്, നമുക്ക് NO2 മൈനസ് എടുക്കുന്നു. ഇപ്പൊ ഞാൻ NO2 മൈനസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണെന്ന് വെച്ചു. അവിടെ നോക്കിക്കേ, സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. സോ വാലൻസ് ഇലക്ട്രോൺസിന്റെ സ്ഥാനത്ത് 5 കൊടുത്തു. ഓക്കെ, ദെൻ സറൗണ്ടിങ് മോണോവാലന്റ് സ്പീഷീസ്. ഓക്സിജൻ ഒരു മോണോവാലന്റ് സ്പീഷീസ് ആണോ? അല്ല, ഡൈവാലന്റ്. അപ്പൊ സറൗണ്ടിങ് മോണോവാലന്റ് സ്പീഷീസുകളുടെ എണ്ണത്തിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ദെൻ പ്ലസ് ആനയോൺസ് മൈനസ് കാറ്റിയോൺസ്. ഇവിടെ എന്താ ഉള്ളത്? ആനയോൺ ആണുള്ളത്. എത്ര ആനയോൺ ഉണ്ട്? ഒരു മൈനസ് ചാർജ് ആണുള്ളത്. അപ്പൊ ആനയോൺ ഉണ്ടെങ്കിൽ അതിനെ പ്ലസ് ഇട്ട് എഴുതണം, പ്ലസ് ചാർജ്. കാറ്റിയോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ മൈനസ് ഇട്ട് എഴുതണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു നെഗറ്റീവ് ചാർജ്, അതായത് ഒരു ആനയോൺ ആണ്. അപ്പൊ ആ ഒരു ആനയോണിനെ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ഇട്ടിട്ട് എഴുതും. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. അപ്പം 5 + 1 6, 6/2 എന്ത് കിട്ടി? 3. 3 കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലായി? sp2 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് BSEP നമ്പർ കണ്ടുപിടിച്ച് ഒരു സ്പീഷീസിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്ന് തന്നെ പറയണേ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ആണെന്നുണ്ടെങ്കിൽ ആണെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഒരു സ്പീഷീസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. നിങ്ങൾ NH4+ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ, എന്ത് വരുന്നു എന്ന്. NH4+ കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേ, എന്താ ഹൈബ്രിഡൈസേഷൻ വരുന്നതെന്ന്. പെട്ടെന്ന് വേണേ. അപർണ, ഓക്കെ. സിനു 4 കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ അല്ലേ? അപ്പൊ sp3. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. sp3 ആണ്. നമ്മൾ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. നൈട്രജന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് 5. ദെൻ അതിനെ സറൗണ്ട് ചെയ്ത് മോണോവാലന്റ് സ്പീഷീസുകൾ ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട്. ദെൻ ഒരു പോസിറ്റീവ് ചാർജ്. അപ്പം പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇക്വേഷനകത്ത് മൈനസ് ഇട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 2. അപ്പൊ 9 - 1 8, 8/2 4. 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ഇനി pF6- എന്താ വരിക? pF6-. pF6- പെട്ടെന്നൊന്ന് ചെയ്തിട്ട് പറഞ്ഞേ. pF6-. പെട്ടെന്ന്. ഓക്കെ, ഓക്കെ, ശരിയാണ്. എല്ലാവരും sp3d2 ആണ് പറഞ്ഞത്. നോക്കിക്കേ, ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ നൈട്രജന്റെ തൊട്ട് താഴെ വരുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ നൈട്രജന്റെ സെയിം വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 5 പ്ലസ് 6 ഫ്ലൂറിനുണ്ട്. അപ്പൊ 6 മോണോ അറ്റോമിക് സ്പീഷീസ്, മോണോ വാലന്റ് സ്പീഷീസ് ഉണ്ട്. ദെൻ ഒരു മൈനസ് ചാർജ് ഇക്വേഷനിൽ വരുമ്പോൾ അത് പ്ലസ് ആവും, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ 6 12, 12/2 6 കിട്ടിക്കഴിഞ്ഞാൽ sp3d2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പൊ BSEP നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ചു. BSEP നമ്പറിൽ നിന്നും ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് ബോൺ പെയേഴ്സിന്റെയും ലോൺ പെയേഴ്സിന്റെയും എണ്ണം. ഓക്കെ, ബോൺ പെയേഴ്സിന്റെയും ലോൺ പെയേഴ്സിന്റെയും എണ്ണം. ബോൺ പെയേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിനെ സറൗണ്ട് ചെയ്തിട്ട് എത്ര സ്പീഷീസുകൾ ഉണ്ടോ അതായിരിക്കും അവിടുത്തെ ബോൺ പെയേഴ്സിന്റെ എണ്ണം. ഓക്കെ, ഇപ്പൊ ഇവിടെ NH4+ തന്നെ നോക്ക്. ഇവിടെ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. നൈട്രജനെ സറൗണ്ട് ചെയ്ത് എത്ര ആളുകളുണ്ട്? H4, 4 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ.
അപ്പൊ നമ്പർ ഓഫ് സറൗണ്ടിങ് സ്പീഷീസ് ആണ് എന്ത്, അവരുടെ ബോണ്ട് പെയേഴ്സ്. അപ്പൊ ഇവരുടെ കേസിൽ NH4+ കേസിൽ ബോണ്ട് പെയേഴ്സിന്റെ എണ്ണം നമുക്ക് എന്ത് പറയാം, 4 എന്ന് പറയാം. ഇനി ലോൺ പെയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് VSEP നമ്പറിൽ നിന്നും ബോണ്ട് പെയേഴ്സിന്റെ എണ്ണം കുറയ്ക്കണം. ഓക്കെ, VSEP നമ്പറിൽ നിന്നും ബോണ്ട് പെയേഴ്സിന്റെ എണ്ണം കുറയ്ക്കണം. ഓക്കെ, അപ്പം VSEP നമ്പർ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്, NH4+ കേസിൽ 4 ആണ്. ബോണ്ട് പെയേഴ്സിന്റെ എണ്ണം എത്രയാണ് കിട്ടിയത്, 4 ആണ്. അപ്പൊ 4 - 4 എന്താ, 0. അപ്പൊ NH4+ എന്ന് പറഞ്ഞ സ്പീഷീസിൽ നമുക്ക് മനസ്സിലായി 4 ബോണ്ട് പെയേഴ്സ് ഉണ്ട്, പക്ഷെ ലോൺ പെയേഴ്സിന്റെ എണ്ണം 0 ആണ്. ലോൺ പെയേഴ്സ് ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി NH3യുടെ കേസ് നിങ്ങളൊന്ന് നോക്കിക്കേ. NH3യുടെ കേസിൽ നമുക്ക് VSEP നമ്പർ കിട്ടി. എന്താണ്, നൈട്രജന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് 5, സറൗണ്ട് ചെയ്യുന്ന 3 മോണോവാലന്റ് സ്പീഷീസ് ഡിവൈഡഡ് ബൈ 2. അപ്പം 8/2 4. VSEP നമ്പർ 4 കിട്ടി. ആൻഡ് ബോണ്ട് പെയേഴ്സ് എത്രയാണ്, നൈട്രജനെ സറൗണ്ട് ചെയ്ത് 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം ബോണ്ട് പെയേഴ്സിന്റെ എണ്ണം 3. ആൻഡ് ലോൺ പെയേഴ്സിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും, VSEP നമ്പർ 4 കിട്ടി, അതിൽ നിന്നും ബോണ്ട് പെയേഴ്സിനെ കുറച്ചാൽ മതി. അപ്പൊ 4 - 3 എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ബോണ്ട് പെയേഴ്സിനെ ലോൺ പെയേഴ്സിനെ കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണോ, റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോണ്ട് പെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ് ആണ്. ലോൺ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ VSEP നമ്പറിൽ നിന്നും ബോണ്ട് പെയേഴ്സിന്റെ എണ്ണം കുറച്ചാൽ മതി. ഓക്കെ ആണേ. ഇനി നമ്മള് ഷേപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പം SP ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അവരുടെ ജോമെട്രി ലീനിയർ ആണ്. SP2 ആണ് എന്നുണ്ടെങ്കിൽ ട്രൈഗണൽ പ്ലനാർ ആണ്. ടെട്രാഹെഡ്രൽ ആണ് എന്നുണ്ടെങ്കിൽ SP3 ആണ് എന്നുണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ ആണ്. SP3D ആണ് എന്നുണ്ടെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡൽ ആണ്. SP3D2 ആണ് എന്നുണ്ടെങ്കിൽ ഒക്ടാഹെഡ്രൽ ആണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇവരുടെ ജോമെട്രി ആണ്. ജോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബോണ്ട് പെയേഴ്സ് മാത്രമേ ഉള്ളൂ. സ്പീഷീസിൽ ലോൺ പെയേഴ്സ് ഒന്നുമില്ല. ബോണ്ട് പെയേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ജിയോമെട്രി. ഓക്കെ, മീൻസ് സോറി, ബോണ്ട് പെയേഴ്സ് ലോൺ പെയേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് അവരുടെ ജിയോമെട്രി. ഇനി ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേന് എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ചില സ്പീഷീസ് NH3യുടെ കേസിൽ തന്നെ നമ്മൾ കണ്ടു 3 ബോണ്ട് പെയേഴ്സ്, 1 ലോൺ പെയർ ആണ് അല്ലെ. അപ്പൊ ആ ലോൺ പെയറിനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ബോണ്ട് പെയേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഷേപ്പ്. ഓക്കെ, ജിയോമെട്രി എന്ന് പറഞ്ഞാൽ ബോണ്ട് പെയേഴ്സിനെ ലോൺ പെയേഴ്സിനെയും കൂടെ ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നു. അതാണ് ലീനിയർ, ട്രൈഗണൽ, പ്ലാനാർ, ടെട്രാഹെഡ്രൽ എന്നൊക്കെ പറഞ്ഞത്. അവിടെ ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും കമ്പൈൻഡ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഷേപ്പ് ആണ് നമ്മളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്പീഷീസിൽ എത്ര ബോണ്ട് പെയേഴ്സ് എത്ര ലോൺ പെയേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് ലോൺ പെയേഴ്സിനെ എല്ലാം കളഞ്ഞിട്ട് ബോണ്ട് പെയേഴ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്പീഷീസിന്റെ ഷേപ്പ് പറയുന്നത്. ഞാൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരു സ്പീഷീസ് കണ്ടുപിടിച്ചു. ആ സ്പീഷീസിന്റെ ജനറൽ ഫോർമുല AB3 ആണെന്ന് വെച്ചോ. ഓക്കെ, സ്പീഷീസ് AB3 ആണെന്ന് വെച്ചോ. അപ്പൊ AB3 എന്ന് പറയുന്ന എന്റെ സ്പീഷീസ് AB3. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പീഷീസ് SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. AB3 എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസ് SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. SP2 ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് യൂഷ്വലി അവരുടെ ജിയോമെട്രി വരേണ്ടത്? SP2 ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ജിയോമെട്രി എന്താ വരേണ്ടത്? SP2 ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ജിയോമെട്രി എന്താ വരുന്നത്? ട്രൈഗണൽ പ്ലനാർ ജോമെട്രി ആണ് അവർക്ക് വരുന്നത്. പക്ഷേ ഞാൻ രണ്ടാമതൊരു കേസ് കൺസിഡർ ചെയ്തു. ഓക്കെ, ട്രൈഗണൽ പ്ലനാർ ആണ്. രണ്ടാമത് ഞാൻ ഒരു കേസ് കൺസിഡർ ചെയ്തു. ഈ സ്പീഷീസിൽ 2 ബോണ്ട് പെയർ, 1 ലോൺ പെയർ ആണെന്ന് കൺസിഡർ ചെയ്തു. അതായത് അവരുടെ ജോമെട്രി എങ്ങനെ മാറും? ഇവിടെ 2 B വന്നിട്ട് ഇതങ്ങ് ലോൺ പെയർ ആണ് എന്ന് കരുതുക. ഓക്കെ ഓക്കെ, ഹൈബ്രിഡൈസേഷൻ മീൻസ് 3 പേരിൽ 2 ബോണ്ട് പെയർ, 1 ലോൺ പെയർ ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, VSEP നമ്പറും അതെല്ലാം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടി 2 ബോണ്ട് പെയർ, 1 ലോൺ പെയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോൺ പെയറിനെ അങ്ങ് അവോയ്ഡ് ചെയ്യും. ലോൺ പെയറിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവരുടെ ഷേപ്പ് എങ്ങനെയാ വരുന്നത് നോക്കിക്കേ. ഈ ഷേപ്പിനെ എന്താ നമ്മൾ വിളിക്കുക?
ഈ ഷേപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ബെൻഡ് ഷേപ്പ് എന്ന് വിളിക്കും. അപ്പം എന്താണ്? ഒരു മോളിക്യൂളിനെ സറൗണ്ട് ചെയ്ത് മൂന്നും ബോണ്ട് പെയേഴ്സ് ആണ് എന്ന് ഉണ്ട് എങ്കിൽ അവരുടെ ജിയോമെട്രി ട്രൈഗണൽ പ്ലാനാർ ആയിരുന്നു. പക്ഷെ രണ്ടെണ്ണം ബോണ്ട് പെയറും ഒരെണ്ണം ലോൺ പെയറും ആയ സമയത്ത് എന്ത് പറ്റി? അവരുടെ ഷേപ്പ് ബെൻഡ് ഷേപ്പ് ആയിട്ട് മാറി. ഓക്കെ, ഇനി sp3 ഹൈബ്രിഡൈസേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. sp3 ഹൈബ്രിഡൈസേഷൻ കൺസിഡർ ചെയ്തു. sp3 ഹൈബ്രിഡൈസേഷന് യൂഷ്വലി ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം sp3 ഹൈബ്രിഡൈസേഷനിൽ 4 എണ്ണവും ബോണ്ട് പെയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് 4 എണ്ണവും ബോണ്ട് പെയേഴ്സ് ആണ് എന്നുണ്ടെങ്കിലാണ് അവരുടെ ജോമെട്രി ഷേപ്പ് എന്തായിട്ട് വരുന്നത്? ടെട്രാഹെഡ്രൽ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ അടുത്ത കേസ് കൺസിഡർ ചെയ്യുന്നു. 3 എണ്ണമേ ബോണ്ട് പെയേഴ്സ് ഉള്ളൂ, ഒരെണ്ണം ലോൺ പെയർ ആയിപ്പോയി. ഹൈബ്രിഡൈസേഷൻ ഒക്കെ sp3 ആണ്, പക്ഷെ 3 എണ്ണേ ഉള്ളൂ അതിനകത്ത് ബോണ്ട് പെയർ, ഒരെണ്ണം ലോൺ പെയർ ആയിപ്പോയി. നോക്കിക്കേ, 3 എണ്ണം ബോണ്ട് പെയേഴ്സ്, ഒരെണ്ണം ലോൺ പെയർ ആയിപ്പോയി. അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? അവരുടെ ഷേപ്പ്? ഇത് നമ്മുടെ NH3യുടെ കേസാണ്. NH3യുടെ കേസിൽ ഇതുപോലെ അല്ലേ, N നടുക്ക് 3 ഹൈഡ്രജൻ താഴോട്ട്, മുകളിലോട്ട് ഒരു ലോൺ പെയർ. ഇവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? sp3 ആണ്, നമ്മൾ ടെട്രാഹെഡ്രൽ ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ 4 ബോണ്ട് പെയേഴ്സിൽ 3 എണ്ണം ബോണ്ട് പെയറും ഒരെണ്ണം ലോൺ പെയറും ആയി മാറിയപ്പോഴത്തേന് അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? ലോൺ പെയറിനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി നോക്കിക്കേ, പിരമിഡൽ ഷേപ്പ് ആയിട്ട് മാറി. എന്തായി? പിരമിഡൽ. ഓക്കെ, ട്രൈഗണൽ ബൈപിരമിഡൽ അല്ല, പിരമിഡൽ ഷേപ്പ് ആയിട്ട് മാറി. ട്രൈഗണൽ ബൈപിരമിഡൽ അല്ല, പിരമിഡൽ ഷേപ്പ് ആയിട്ട് മാറി. ഓക്കെ, ട്രൈഗണൽ ബൈപിരമിഡൽ നമ്മൾ എപ്പോഴാ വരയ്ക്കുന്നത്? sp3 ഡീഹൈബ്രിഡൈസേഷൻ വരുന്ന സമയത്തല്ലേ. അപ്പൊ ഇത് പിരമിഡൽ ഷേപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ, പിരമിഡൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഈ sp3 ഹൈബ്രിഡൈസേഷനിൽ തന്നെ 2 എണ്ണം ബോണ്ട് പെയറും 2 എണ്ണം ലോൺ പെയറും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോക്കിക്കേ, 2 എണ്ണം ബോണ്ട് പെയർ, ഇവിടുത്തതും ലോൺ പെയർ ആയി കഴിഞ്ഞാൽ അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? ആ 2 ലോൺ പെയറിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നോക്കിക്കേ, ബാക്കി അവരുടെ ഷേപ്പ് എന്തുപോലെ ഇരിക്കുക? ബാക്കി ഷേപ്പ് എന്തുപോലായി? ഇത്രയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ ബെൻഡ് ഷേപ്പ് ആയില്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഹൈബ്രിഡൈസേഷൻ sp3 കിട്ടി. സ്പീഷ്യസിന്റെ കേസിൽ BSEP നമ്പർ വെച്ചിട്ട് നമുക്ക് BSEP നമ്പർ 4 കിട്ടി, ഹൈബ്രിഡൈസേഷൻ 3 കിട്ടി. ഇനി അതിനകത്ത് ഹൈബ്രിഡൈസേഷൻ sp3 കിട്ടി. ആ കിട്ടുന്നതിനകത്ത് 4 ബോണ്ട് പെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷേപ്പ് ടെട്രാഹെഡ്രൽ, 3 ബോണ്ട് പെയർ 1 ലോൺ പെയറും ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷേപ്പ് പിരമിഡൽ. ഇനി 2 ബോണ്ട് പെയർ 2 ലോൺ പെയറും ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? ബെൻഡ് ഷേപ്പ് ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ sp3 ഡീഹൈബ്രിഡൈസേഷൻ എടുക്കുന്നു. BSEP നമ്പർ എത്ര കിട്ടുമ്പോഴാണ് sp3 ഡീഹൈബ്രിഡൈസേഷൻ ആകുന്നത്? BSEP നമ്പർ എത്ര കിട്ടുമ്പോഴാണ് sp3 ഡീഹൈബ്രിഡൈസേഷൻ ആവുന്നത്? ഓക്കെ, നിങ്ങൾ ഇത് എണ്ണി നോക്കിയാൽ മതി. ഒരു S, 3 P, ഒരു D, മൊത്തത്തിൽ 5 അല്ലെ. അപ്പൊ BSEP നമ്പർ 5 കിട്ടുമ്പോഴാണ് sp3 ഡീഹൈബ്രിഡൈസേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ 5 പേരും ബോണ്ട് പെയേഴ്സ് ആണ് എന്നാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. 5 പേരും ബോണ്ട് പെയേഴ്സ് ആണ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഷേപ്പ് എന്താ വരുന്നത്? 5 പേരും ബോണ്ട് പെയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഷേപ്പ് എന്തായിട്ടാ വരുന്നത്? ട്രൈഗണൽ ബൈപിരമിഡൽ ആണ് അല്ലെ. 5 പേരും ബോണ്ട് പെയേഴ്സ് ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ ആണ് അവരുടെ ജോമെട്രി വരുന്നത്. ഇനി അടുത്ത കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. 4 പേരേ ഉള്ളൂ ബോണ്ട് പെയർ, ഒരാള് ലോൺ പെയർ ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അതായത് 4 പേര് ബോണ്ട് പെയർ ആണ്, 5ാമത്തെ ഒരാള് ലോൺ പെയർ ആണ്. അപ്പൊ പെട്ടെന്ന് അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? ആ ലോൺ പെയറിനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഷേപ്പ് കൺസിഡർ ചെയ്തേ. ഏത് ഷേപ്പ് പോലെ ഇരിക്കുക? സീസോടെ പോലെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ സീസോ ഷേപ്പ് ആയിട്ട് മാറി. 4 ബോണ്ട് പെയേഴ്സും 1 ലോൺ പെയറും ആയ സമയത്ത് അത് സീസോ ഷേപ്പ് ആയിട്ട് മാറി. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്. 3 എണ്ണം ബോണ്ട് പെയേഴ്സ് ആണ്, 2 എണ്ണം ലോൺ പെയേഴ്സ് ആണെന്ന് കരുതുക. ഓക്കെ, 3 എണ്ണം ബോണ്ട് പെയേഴ്സ്, 2 എണ്ണം ലോൺ പെയേഴ്സ്. അതായത് ഇത് 3 എണ്ണം ബോണ്ട് പെയേഴ്സ്, ഇത് 2 എണ്ണം ലോൺ പെയേഴ്സ്. ഷേപ്പ് എന്തായിട്ട് മാറി? ഓക്കെ, മൂന്നാമത്തെ കേസിൽ 3 ബോണ്ട് പെയേഴ്സ്, 2 ലോൺ പെയേഴ്സ്. ആ 2 ലോൺ പെയേഴ്സിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഷേപ്പ് നോക്കിക്കേ.
ടി തലതിരിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട് അല്ലെ, നോക്കിക്കേ, ഒരു ടീനെ എടുത്ത് തലകുത്തി വെച്ചേക്കുന്ന പോലെ ഉണ്ട് അല്ലെ, അപ്പൊ ടി ഷേപ്പ് ആയിട്ട് മാറി. ഓക്കെ, ഇനി രണ്ട് ബോണ്ട് പെയർസും 3 ലോൺ പെയറും ആവുന്ന സമയത്തോ, രണ്ട് ബോണ്ട് പെയറും 3 ലോൺ പെയറും ആവുന്ന സമയത്ത് ഏത് ഷേപ്പിലോട്ട് മാറി? ഏത് ഷേപ്പിലോട്ട് മാറി? നോക്കിക്കേ, രണ്ടെണ്ണം ബോണ്ട് പെയർസ്, 3 ലോൺ പെയർസ്. ഓക്കെ, ലീനിയർ ഷേപ്പിലോട്ട് മാറി. ഓക്കെ, അപ്പൊ നോക്കിക്കേ, sp3 ഡീഹൈബ്രിഡൈസേഷന് തന്നെ ജോമെട്രി ട്രൈഗണൽ ബൈ പിരമിഡൽ ആണ്, പക്ഷെ ഷേപ്പ് നോക്കിക്കേ, പല ഷേപ്പ് വരുന്നുണ്ട് അല്ലെ. 5 ബോണ്ട് പെയർസ് ആയപ്പോൾ ട്രൈഗണൽ ബൈ പിരമിഡൽ ആണ് ഷേപ്പ്. 4 ബോണ്ട് പെയർ ഒരു ലോൺ പെയറും വന്നപ്പോഴത്തേന് അത് ഓക്കെ സീസോ ഷേപ്പ് ആയി. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്നപ്പോഴത്തേന് അത് ടി ഷേപ്പ് ആയി. 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും വന്നപ്പോഴത്തേന് അത് ലീനിയർ ആയിട്ട് മാറി അല്ലെ. അതേപോലെ sp3 D2 ഹൈബ്രിഡൈസേഷന്റെ കേസ്, sp3 D2 ഹൈബ്രിഡൈസേഷന്റെ കേസ്, BSEP നമ്പർ എത്ര കിട്ടുമ്പോഴാണ് sp3 D2 ഹൈബ്രിഡൈസേഷൻ നമുക്ക് കിട്ടുക? BSEP നമ്പർ 6 കിട്ടുമ്പോഴാണ് നമുക്ക് sp3 D2 ഹൈബ്രിഡൈസേഷൻ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം എ അതിനെ സറൗണ്ട് ചെയ്ത് 6 പേരുണ്ട് എന്നുണ്ടെങ്കിൽ 6ഉം ബോണ്ട് പെയർസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നു 5 ബോണ്ട് പെയറും ഒരെണ്ണം ലോൺ പെയറും ആണെന്ന് കൺസിഡർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, 5 ബോണ്ട് പെയറും ഒരെണ്ണം ലോൺ പെയറും ആണ് എന്ന് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നു. നോക്കിക്കേ, 5 ബോണ്ട് പെയറും ഒരെണ്ണം ലോൺ പെയറും. ഇനി ആ ലോൺ പെയറിനെ അവോയ്ഡ് ചെയ്തിട്ട് നോക്കിക്കേ, ഇവരുടെ ഷേപ്പ് എന്തായിട്ടാ വരുന്നത്? ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ മതി. കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ എന്താ പോലെ ഇരിക്കുന്നുണ്ട്? സ്ക്വയറിന്റെ താഴോട്ട് ഒരു പിരമിഡ് ഉണ്ട് അല്ലെ, അപ്പൊ സ്ക്വയർ പിരമിഡിലോട്ട് മാറി. ഓക്കെ, സ്ക്വയർ പിരമിഡിലോട്ട് മാറി. ഓക്കെ, ഇനി 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണെന്നുണ്ടെങ്കിലോ, 4 ബോണ്ട് പെയർ, 2 ലോൺ പെയർ. എന്ത് മാറി? ഇവരുടെ ഷേപ്പ് എന്തിലേക്ക് മാറി? ആ ലോൺ പെയറിനെ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്തായി? സ്ക്വയർ പ്ലാനാർ ആയിട്ട് മാറി അല്ലെ, സ്ക്വയർ പ്ലാനാർ ആയിട്ട് മാറി. ഓക്കെ, അപ്പം നോക്കിക്കേ, sp3 D2 ഹൈബ്രിഡൈസേഷനിൽ 6 ബോണ്ട് പെയർസ് ആയപ്പോൾ ഒക്ടാഹെഡ്രല്, 5 ബോണ്ട് പെയർ ഒരു ലോൺ പെയറും ആയപ്പോഴത്തേന് സ്ക്വയർ പിരമിഡലായി, 4 ബോണ്ട് പെയർസും 2 ലോൺ പെയർസും ആയപ്പോഴത്തേന് സ്ക്വയർ പ്ലാനാർ ആയി. ഓക്കെ, ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടിയുണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ പറയാ, ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തയിലോട്ട് പോവാം. ഓക്കെ ഓക്കെ അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ VSEPR തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ട് സെറ്റിന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു 2 to 3 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 or 3 ചോദ്യങ്ങൾ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2 to 3 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ് ജോമെട്രി ഈസ് ട്രൂ? ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് റിപ്ലൈ ആൻസർ കമന്റ് ചെയ്തേ. BRF3 ട്രൈഗണൽ പിരമിഡൽ, ClF3 ടി ഷേപ്പ്, PCl5 സീസോ, SF4 ട്രൈഗണൽ ബൈപിരമിഡൽ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പെയറിനെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്ത് നോക്കിക്കേ.
പെട്ടെന്ന് വേണം, നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ശരിയായിട്ടുള്ള പേരാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടിയില്ലേ ആർക്കും? ഓക്കെ, അപർണ ബി പറഞ്ഞു. ബാക്കിയുള്ളവര് അഭിനന്ദ്, അഞ്ജലി, ദിയ ചെയ്തില്ല. നോക്കിക്കേ നിങ്ങള്, ആദ്യത്തെ സ്പീഷീസ് BRF3 എടുത്തു. ഓക്കെ, BRF3യുടെ കേസിൽ VSEP നമ്പർ നമുക്ക് കണ്ടുപിടിച്ചു നോക്കാം. ഓക്കെ, ദിയ ബി പറഞ്ഞു, VSEP നമ്പർ കണ്ടുപിടിച്ചു നോക്കാം. സെൻട്രൽ ആറ്റം ബ്രോമിൻ ആണ്, അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 7. പ്ലസ് അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള മോണോവാലന്റ് സ്പീഷീസുകൾ. ഫ്ലൂറിൻ മോണോവാലന്റ് ആണല്ലോ. എത്ര ഫ്ലൂറിനുണ്ട്? 3 ഉണ്ട്. ആനയോൺസും കാറ്റയോൺസും ഒന്നുമില്ല, സോ അതെല്ലാം 0 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 7, 8, 9, 10, 10/2 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ VSEP നമ്പർ 5 എന്ന് കിട്ടി. അപ്പൊ ഹൈബ്രിഡൈസേഷൻ സ്വാഭാവികമായിട്ട് എന്ത് വരും? sp3 ഡീഹൈബ്രിഡൈസേഷൻ വരും. ഓക്കെ, ഇനി ബോണ്ട് പെയർസും ലോൺ പെയർസും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഷേപ്പ് ശരിയാണോ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇവരുടെ കേസിൽ എത്രയാണ് ബോണ്ട് പെയർസ്? ബ്രോമിനെ സറൗണ്ട് ചെയ്തിട്ട് 3 ആളുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ബോണ്ട് പെയർസിന്റെ എണ്ണം 3. ലോൺ പെയർസിന്റെ എണ്ണം എന്താ വരിക? VSEP നമ്പർ 5 ആണ്. 5ൽ നിന്നും ബോണ്ട് പെയർസിന്റെ എണ്ണം 3 കുറച്ച് കഴിഞ്ഞപ്പോൾ ലോൺ പെയർസിനെ 2 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഈ 5 VSEP നമ്പർ കിട്ടിയതിനകത്ത് 3 ബോണ്ട് പെയർസ് ആണ്, 2 ലോൺ പെയർസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം യൂഷ്വലി sp3 ഡീഹൈബ്രിഡൈസേഷൻ വരുമ്പോഴത്തേനും BR നടുക്ക് വന്നിട്ട് ഇതേപോലൊരു ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ 3 ബോണ്ട് പെയർസ് ഉള്ളൂ. അപ്പൊ ഇവിടെ എഫ് വരും, ഇവിടെ എഫ് വരും, ഇവിടെ എഫ് വരും. ബാക്കി 2 എന്താണ്? ലോൺ പെയർസ് ആണ്. അപ്പൊ ഇവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? നോക്കിയിട്ട് പറഞ്ഞേ, BRF3യുടെ ഷേപ്പ് എന്തായിട്ട് മാറി? BRF3യുടെ ഷേപ്പ് എന്താ? ടി ഷേപ്പ് ആണ് അല്ലെ. അപ്പം ഓപ്ഷനിൽ അവര് ടി ഷേപ്പ് എന്നാണോ തന്നേക്കുന്നത്? അല്ല, ട്രൈഗണൽ പിരമിഡൽ എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് CLF3യുടെ കേസ് നോക്കിക്കേ നിങ്ങള്. CLF3യുടെ കേസ് എടുത്താലും സെൻട്രൽ ക്ലോറിൻ ആണ്, വാലൻസ് ഇലക്ട്രോൺസ് 7. അതിനെ സറൗണ്ട് ചെയ്ത് 3 ഫ്ലൂറിൻ, അതായത് 3 മോണോവാലന്റ് സ്പീഷീസ്. ആനയോൺസും കാറ്റയോൺസും ഒന്നും ഇല്ല, സോ ഡിവൈഡഡ് ബൈ 2. അപ്പൊ 10/2 5. 5 കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. ബോണ്ട് പെയർസ് എത്രയാണ്? ക്ലോറിനെ സറൗണ്ട് ചെയ്ത് 3 ഫ്ലൂറിൻ ആണ്. അപ്പൊ ബോണ്ട് പെയർസിന്റെ എണ്ണം 3. ലോൺ പെയർസ് എത്രയാണ്? VSEP നമ്പർ 5ൽ നിന്നും 3 ബോണ്ട് പെയർസിനെ കുറച്ചു, സോ ലോൺ പെയർസിന്റെ എണ്ണം 2 കിട്ടി. ഓക്കെ, ഇനി എങ്ങനെയാ വരയ്ക്കുക? ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. അപ്പം ട്രൈഗണൽ ബൈപിരമിഡൽ പോലെ ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷെ 3 ഉള്ളൂ ബോണ്ട് പെയർസ്, ബാക്കി 2 ലോൺ പെയർസ് ആണ്. എന്താ ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കിക്കേ. സ്പീഷീസിന് CLF3ക്ക് എന്ത് ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്? ടി ഷേപ്പ് അല്ലേ കിട്ടിയിട്ടുള്ളത്? ടി പോലെയല്ലേ ഇരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അത് ശരിയാണോ? CLF3 ടി ഷേപ്പ് എന്ന് തന്നെയല്ലേ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്? അപ്പം അതാണ് ശരിയായിട്ടുള്ള ജിയോമെട്രി. ബാക്കി 2 ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്ത് നോക്കാം. അത് റോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബിയുടെ കേസിൽ മാത്രമേ ഉള്ളൂ സ്പീഷീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ശരിയായിട്ടുള്ള ജിയോമെട്രി കിട്ടിയിട്ടുള്ളത്. 2 or 3 ആളുകൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല? അത് ചെയ്തില്ല, എന്തു പറ്റി? ഒന്നുകൂടെ ഞാൻ പറയേണ്ടതുണ്ടോ എന്തേലും? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ടേബിൾ കൃത്യമായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ചെയ്തതുപോലെ വരച്ച് നോക്കിയിട്ട് നമുക്ക് ഷേപ്പ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്തിനു കിട്ടിയായിരുന്നോ?
ക്ലിയർ ആയി. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും കിട്ടാതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്ലൈ ചെയ്യണം. എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് റിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇൻ കേസ് ആർക്കെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഷേപ്സ് ഓഫ് XeF2, XeF4, XeF6 ആൻഡ് XeOF4. 4 പേരുടെ ഷേപ്പ് കണ്ടുപിടിക്കാൻ. പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് പറയാം. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് സെറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ടൈം സേവ് ചെയ്യാനായിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഇരുന്ന് കണ്ടുപിടിക്കണമെന്ന് ആവശ്യമില്ല. ഇപ്പൊ 1-2 പേരുടെ കണ്ടുപിടിക്കുമ്പോൾ ആ രീതിയിലുള്ള ഓപ്ഷൻ ഒരെണ്ണേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഓക്കെ, അഞ്ജലി കറക്റ്റ് ആണ്. ഓക്കെ അപർണ, അമലു, അഭിനന്ദ്, ഓക്കെ ദിയ, ഓക്കെ. ബാക്കിയുള്ളവര് നോക്കിക്കേ. ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോക്ക്. നമുക്ക് തന്നിട്ടുള്ള മോളിക്യൂൾസ് ഒന്ന് XeF2 ആണ്. സീനോൺ എന്ന് പറയുമ്പോഴത്തേന് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 8 സീനോണിന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്. ഓക്കെ, 18ാമത്തെ ഗ്രൂപ്പാണ്. സോ വാലൻസ് ഇലക്ട്രോൺസ് 8. അവരെ സറൗണ്ട് ചെയ്തിട്ട് 2 ഫ്ലൂറിൻ, 2 മോണോവാലന്റ് സ്പീഷീസ് ആണ്. ഡിവൈഡഡ് ബൈ 2. അപ്പം 10/2 5 എന്ന് കിട്ടി. 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ്. sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ്. ട്രൈഗണൽ ബൈ പിരമിഡൽ ജോമെട്രി ആയിരുന്നു വരേണ്ടത്. പക്ഷെ 2 എത്ര ബോണ്ട് പെയർസ്? 2 ഫ്ലൂറിനാണ് അല്ലെ. അപ്പൊ ബോണ്ട് പെയർസ് 2ഉം ലോൺ പെയർസ് എത്രയാണ്? 5 - 2 3 അല്ലെ. അപ്പൊ ഇവിടെ 2 ബോണ്ട് പെയർസ് വന്നിട്ട് ബാക്കിയുള്ള പൊസിഷൻസിലെല്ലാം 3 ലോൺ പെയർസ് ആണ്. അപ്പൊ അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? ലീനിയർ ആയിട്ട് മാറി അല്ലെ. നോക്കിക്കേ, ആ 3 ലോൺ പെയർസിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഷേപ്പ് എന്താ ഇങ്ങനെ നടക്കുകയല്ലേ, ലീനിയർ ആയിട്ട് കിടക്കുകയല്ലേ. അപ്പൊ XeF2 എന്ന് പറയുന്നത് ലീനിയർ ആണെന്ന് മനസ്സിലായി. അടുത്ത XeF4 നോക്കിക്കേ. XeF4 8 പ്ലസ് മോണോവാലന്റ് സ്പീഷീസ് 4 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 12/2 6. ഹൈബ്രിഡൈസേഷൻ എന്താ? sp3 d2. അപ്പൊ ഒക്ടാഹെഡ്രൽ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ബോണ്ട് പെയർസ് എത്രയാ? 4 ഫ്ലൂറിനാണ് സറൗണ്ട് ചെയ്തുള്ളത്. അപ്പൊ ബോണ്ട് പെയർസിന്റെ എണ്ണം 4. ലോൺ പെയർസ് എത്രയാണ്? VSEP നമ്പർ 6ൽ നിന്ന് 4 കുറച്ചു കഴിഞ്ഞാൽ 2 കിട്ടി അല്ലെ. അപ്പം സിനോണ് ഒക്ടാഹെഡ്രൽ ആയിരുന്നു വരേണ്ടത്. അതില് 4 ഉള്ളൂ ബോണ്ട് പെയർസ് അല്ലെ. ബാക്കിയുള്ള 2 ലോൺ പെയർസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഷേപ്പ് എന്തായിട്ട് മാറി? നോക്കിക്കേ, സ്ക്വയർ പ്ലനാർ പോലെയായി അല്ലെ. ലോൺ പെയർസിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ പ്ലനാർ പോലെയായി. അപ്പൊ നോക്കിക്കേ, ആ 2 ചെയ്തപ്പോഴേ നമുക്ക് ആൻസറിലോട്ട് കിട്ടി. അതായത് ലീനിയർ സ്ക്വയർ പ്ലനാർ വരുന്ന 2 ആ ഓപ്ഷൻ ഡിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻ കേസ് ബാക്കി 2 ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും ഈ 2 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ലീനിയർ സ്ക്വയർ പ്ലനാർ. ഓക്കെ. ആൻഡ് XeF6 XeOF4 നിങ്ങൾ ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് വഴി മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രലും സ്ക്വയർ പിരമിഡലും തന്നെ കിട്ടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. ഈ 2 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ലീനിയർ സ്ക്വയർ പ്ലാനാർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അടുത്തയിലോട്ട് പോട്ടെ. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഇതും മുന്നത്തെ ഒരു സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ നമ്പർ ഓഫ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി സെൻട്രൽ ആറ്റം ഇൻ
I3 മൈനസ് ClF3 ClO3 മൈനസ്. പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അഭിനന്ദ സി. നിങ്ങൾക്ക് ഇവിടെ I3 മൈനസിന്റെ കേസിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. I3 മൈനസിനെ നമുക്ക് എങ്ങനെ എഴുതാം? I2 മൈനസ് എന്ന് വേണേൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് സെന്ററിൽ ഒരു അയഡിൻ, അതിനെ സറൗണ്ട് ചെയ്തിട്ട് മറ്റ് രണ്ട് അയഡിൻ. ഓക്കെ, അതിൽ ആ ഡൗട്ട് എന്നുണ്ടെങ്കിൽ I3 മൈനസിനെ I2 മൈനസ് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ഒന്ന് ചെയ്തു നോക്കാം. I3 മൈനസ് കണ്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണം കേട്ടോ. ഇപ്പം നമ്മൾ യൂഷ്വലി ഒരു സെൻട്രൽ ആറ്റം വേണം, സറൗണ്ടിങ് സ്പീഷ്യസ് വേണം. I3 മൈനസ് പറയുമ്പോൾ നമുക്ക് അവിടെ സെൻട്രൽ ആറ്റം, സറൗണ്ടിങ് സ്പീഷ്യസ് അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് I2 മൈനസ് എന്നുള്ള രീതിയിലോട്ട് മാറ്റി. ഓക്കെ, പെട്ടെന്ന് റിപ്ലൈ ഇട്ടെ. ഓക്കെ, അപർണയ്ക്ക് സി കിട്ടി. അഞ്ജലി ഓക്കെ. സിനു ഓക്കെ. നാലുപേരേ ആയിട്ടുള്ളൂ. ജീന ഓക്കെ. അപ്പൊ I3 മൈനസിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു I2 മൈനസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അയഡിന്റെ കേസിലെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 7. അതിനെ സറൗണ്ട് ചെയ്ത് I2 ഉണ്ട്, രണ്ട് അയഡിനും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ മോണോവാലന്റ് സ്പീഷ്യസിന്റെ അടുത്ത് ഒരു അയഡിനെ നമുക്ക് സെൻട്രൽ അയഡിൻ ആയിട്ട് എടുക്കാം, ബാക്കി രണ്ട് അയഡിനെ സറൗണ്ടിങ് സ്പീഷ്യസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇക്വേഷനകത്ത് പ്ലസ് ഇടണം എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 7, 8, 9, 10, 10/2 5 എന്ന് കിട്ടി. 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ പോട്ടെ. 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബോൺ പെയർസും ലോൺ പെയർസും കണ്ടുപിടിക്കാം. ബോൺ പെയർസ് എത്ര? ഐനെ സറൗണ്ട് ചെയ്ത് രണ്ട് അയഡിൻ കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ബോൺ പെയർസിന്റെ എണ്ണം 2. ലോൺ പെയർസ് എത്രയാ? VSEP നമ്പർ 5, അതിൽ നിന്നും ബോൺ പെയർസ് 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 3. അപ്പം I3 മൈനസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോൺ പെയർസിന്റെ എണ്ണം കിട്ടി 3. ഇനി ClF3യുടെ നോക്കിക്കേ. ക്ലോറിൻ ആണ് സെൻട്രൽ ആറ്റം, ബാലൻസ് ഇലക്ട്രോൺസ് 7. അതിനെ സറൗണ്ട് ചെയ്ത് 3 ഫ്ലൂറിനുണ്ട്. ഓക്കെ, ചാർജ് ഒന്നും ഇല്ല, ഡിവൈഡഡ് ബൈ 2, 5 എന്ന് കിട്ടി. ഇവിടെ ബോൺ പെയർസ് എത്രയാണ്? ക്ലോറിനെ സറൗണ്ട് ചെയ്ത് 3 ഫ്ലൂറിനുണ്ട്, അപ്പൊ ബോൺ പെയർസ് 3. ലോൺ പെയർസ് എത്രയാണ്? VSEP നമ്പർ 5ൽ നിന്നും 3 കുറയ്ക്കുക, അപ്പൊ 2 കിട്ടി അല്ലെ. അപ്പൊ അവരുടെ കേസിൽ ലോൺ പെയർസ് 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ClF3യുടെ കേസിൽ ലോൺ പെയർസിന്റെ എണ്ണം 2. അടുത്ത് ClO3 മൈനസ്. സെൻട്രൽ ആറ്റം ക്ലോറിൻ ആണ്, വാലൻസ് ഇലക്ട്രോൺസ് 7. അതിനെ സറൗണ്ട് ചെയ്ത് 3 ഓക്സിജൻ ഉണ്ട്. പക്ഷെ +3 എന്ന് ഇടുവോ നമ്മള്? ഇല്ല, കാരണം ഓക്സിജൻ ഡൈവാലന്റ് ആണ്. നമ്മൾ മോണോവാലന്റ് ആയിട്ടുള്ള ആളുകളെ കൂട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ മോണോവാലന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഹൈഡ്രജനോ ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനൈഡിനോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം മോണോവാലന്റ് സ്പീഷ്യസിന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ ഒരു മൈനസ് ചാർജ് ഉണ്ട്. അപ്പൊ മൈനസ് ചാർജിന് നമ്മുടെ ഇക്വേഷനിലോട്ട് വരുമ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പം 8/2 4 എന്ന് കിട്ടി. ഓക്കെ, ബോൺ പെയർസ് എത്രയാണ്? ക്ലോറിനെ സറൗണ്ട് ചെയ്ത് 3 ഓക്സിജൻ ഉണ്ട്, അപ്പൊ ബോൺ പെയർസ് 3. ലോൺ പെയർസ് എത്രയാ? VSEP നമ്പർ 4ൽ നിന്നും 3 കുറച്ചു കഴിഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ ClO3 മൈനസിന്റെ കേസിൽ ലോൺ പെയർസിന്റെ എണ്ണം 1 എന്ന് കിട്ടി. അപ്പൊ 3, 2, 1, അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. റിപ്ലൈ ചെയ്യാത്ത ആളുകൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? I3 മൈനസിന്റെ കേസ് കുറെ തവണ ചോദിച്ചിട്ടുള്ളതാണ്, അത് പ്രത്യേകം ഓർത്തിരിക്കുക. I3 മൈനസിനെ നമുക്ക് I2 മൈനസിന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം പെട്ടെന്നൊന്ന് ചെയ്ത്. ഇതും സെറ്റ് എക്സാമിന് മുന്നത്തെ ഒരു എക്സാമിന് ചോദിച്ചതാണ്. നമ്പർ ഓഫ് ലോൺ പെയർസ് ആൻഡ് ബോൺ പെയർസ് അറ്റാച്ച്ഡ് ടു Xenon in XeO3.
കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാത്തവരും ഇത് പെട്ടെന്നൊന്ന് ചെയ്തേ. XeO3 സ്പീഷീസിലെ ലോൺ പെയർസിന്റെ ബോണ്ട് പെയർസിന്റെ എണ്ണം. ഓക്കെ, ഓക്കെ, അഞ്ജലി, അഭിനന്ദ്, ദിയ, ഓക്കെ. അപർണ, ഓക്കെ. ജീന, ഓക്കെ. അപ്പൊ നോക്കിക്കേ പെട്ടെന്ന്. XeO3 ആണ് നമ്മുടെ സ്പീഷീസ്. സെൻട്രൽ ആറ്റം സീനോൺ, വാലൻസ് ഇലക്ട്രോൺസ് 8, സറൗണ്ട് ചെയ്തുള്ള ആള് ഓക്സിജൻ ആണ്. മോണോവാലന്റ് ആണോ? അല്ല. അപ്പൊ 0 കൊടുത്തു. ചാർജ് വല്ലതും ഉണ്ടോ? ഇല്ല, അതും 0 കൊടുത്തു. ഡിവൈഡഡ് ബൈ 2 നമുക്ക് VSEP നമ്പർ 4 കിട്ടി. ബോണ്ട് പെയർസ് എത്രയാണ്? സീനോണിനെ സറൗണ്ട് ചെയ്ത് 3 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ബോണ്ട് പെയർസിന്റെ എണ്ണം 3. ലോൺ പെയർസ് എത്രയാ? VSEP നമ്പർ 4ൽ നിന്നും ബോണ്ട് പെയർസ് കുറച്ചപ്പോ 1 കിട്ടി, അല്ലെ? അപ്പൊ ലോൺ പെയർ 1, ബോണ്ട് പെയർ 3. അപ്പൊ ഏതാണ് ഓപ്ഷന് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ എ 1 and 3 എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നത്തെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു 4 ചോദ്യങ്ങളായിരുന്നു ഇൻക്ലൂഡ് ചെയ്തത്. ക്ലിയർ ആണോ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, 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 ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, 5ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇത് നമ്മുടെ പീരിയോഡിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ് വിൽ ഹാവ് ദ ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി? ഇതും 2024 25 നമ്മുടെ ഒരു സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ് വിൽ ഹാവ് ദ ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി? ഇതിൽ ഏറ്റവും കുറവ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഉള്ള ആള് ആരാണ്? ആർക്കാണ്? ഓക്കെ, അഭിനന്ദ് സി പറയുന്നുണ്ട്. ഡി, മുഹമ്മദ് സി. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ. നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റഫ് ആയിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ വരച്ചിട്ട് ഇവരുടെ പൊസിഷൻസ് എവിടെയൊക്കെ വരും എന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ലിഥിയം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ്, അല്ലെ? ദെൻ നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ എവിടെ വരുന്നത്? സെക്കൻഡ് ഗ്രൂപ്പിലാണ്, അല്ലെ? ലിഥിയം, സോഡിയം. ലിഥിയത്തിന്റെ തൊട്ട് താഴെ സോഡിയം വരും. സോഡിയത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് മഗ്നീഷ്യത്തിന്റെ പൊസിഷൻ വരുന്നത്, അല്ലെ? അടുത്ത റുബീഡിയം. നമ്മുടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, അല്ലെ? അടുത്ത മഗ്നീഷ്യത്തിന്റെ താഴെയാണ് കാൽഷ്യം വരുന്നത്. അപ്പൊ പീരിയോഡിക് ടേബിളിൽ താണ്ട ഏകദേശം ഈ പൊസിഷൻസിലായിട്ടാണ് ഈ എലമെന്റ്സ് വരുന്നത്. ഓക്കെ, ഇനി ലോവസ്റ്റ് അയനൈസേഷൻ എനർജി യൂഷ്വലി ആർക്ക് ആണ്? ഈ പറയുന്ന ഫസ്റ്റ് ഗ്രൂപ്പിനാണോ സെക്കൻഡ് ഗ്രൂപ്പിനായിരിക്കും ലോവസ്റ്റ് അയനൈസേഷൻ എനർജി ഉള്ളത്? ലോവസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഉള്ളത്? നിങ്ങളൊന്ന് നോക്കിക്കേ. നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പുകാർക്ക്, അതായത് ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ അവരുടെ ഏറ്റവും ബാലൻസിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം NS1 എന്നായിരിക്കും. അപ്പൊ ആ ഒരു ഇലക്ട്രോണിനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും, അല്ലെ? അപ്പൊ ഈ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കും? ആ ഒരു ഇലക്ട്രോണിനെ എത്രയും പെട്ടെന്ന് അങ്ങ് കളയാനായിട്ട് ശ്രമിക്കും, അല്ലെ? അതായത് കുറച്ച് എനർജി മതി അവരെ കളയാനായിട്ട്, കാരണം അതിനെ കളഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം എന്ത് പറ്റും എന്ന് വെച്ചാല് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ കേസിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന അയനൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോ അയനൈസേഷൻ എനർജിയാണ്. കാരണം ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള P6 കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് പോവുകയാണ് ഇവരെല്ലാവരും, അല്ലെ? അപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിനാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അയനൈസേഷൻ എനർജി ഉള്ളത്. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള 2 പേരും നമ്മുടെ ഓപ്ഷനിലുണ്ട്. ലിഥിയവും ഉണ്ട്, റുബീഡിയും ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ ടോപ്പ് ടു ബോട്ടം വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ സൈസ്
കൂടി വരികയാണ് അല്ലെ. സൈസ് കൂടി വരുമ്പോൾ ഏറ്റവും വെളിയിലുള്ള ഇലക്ട്രോണിനെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കുറച്ച് എനർജി മതി. സൈസ് ചെറുതാവുമ്പോഴല്ലേ ന്യൂക്ലിയസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരുന്നത്. പക്ഷെ വലിയ സൈസ് താഴെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സൈസ് ആണ്. അപ്പൊ ഏറ്റവും വെളിയിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാന്ന് പറയുന്നത് ഈസിയാണ്, നമുക്ക് കുറവ് എനർജി മതി അല്ലെ. അപ്പൊ ലിഥിയവും റുബീഡിയവും കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിഥിയത്തിന്റെ സൈസ് ചെറുതാണ്, റുബീഡിയത്തിന്റെ സൈസ് വലുതാണ് അല്ലെ. അപ്പം വലിയ ഒരാളിൽ നിന്ന് ഒരു ഇലക്ട്രോണെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. സോ ആർക്കായിരിക്കും ലോവസ്റ്റ് അയണൈസേഷൻ എനർജി? ആരുടെ കേസിലാണ് നമുക്ക് ഏറ്റവും കുറവ് എനർജി ആവശ്യമായിട്ട് വന്നത്? റുബീഡിയത്തിന്റെ കേസിലാണ്. ഓക്കെ, അതുകൊണ്ട് റുബീഡിയത്തിനാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് അയണൈസേഷൻ എനർജി വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അപർണ? കാൽഷ്യം അല്ല, റുബീഡിയം ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ബാക്കി ആളുകൾക്ക് ക്ലിയർ ആണോ? പറയണോ ഒന്നുകൂടെ? നമ്മുടെ പീരിയോഡിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ ഒരു റഫ് ആയിട്ട് പീരിയോഡിക് ടേബിൾ ഒന്ന് വരച്ചു നോക്കിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അലോങ് ദി ഗ്രൂപ്പ് അലോങ് ദ പീരീഡ് എങ്ങനെ വേരി ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ പീരിയോഡിസിറ്റി പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, നിങ്ങൾ എക്സെപ്ഷൻസ് പഠിക്കാറുണ്ട് അല്ലെ. നമ്മളിപ്പം ഇപ്പൊ നൈട്രജന്റെ ഓക്സിജന്റെയും കേസ്, അയണൈസേഷൻ എനർജിയുടെ കേസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നൈട്രജൻ കഴിഞ്ഞാണ് ഓക്സിജൻ വരുന്നത്. സോ ഓക്സിജൻ ആണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നൈട്രജന് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കാരണം ഓക്സിജനെക്കാട്ടിൽ എക്സ്ട്രാ കൂടുതൽ അയണൈസേഷൻ എനർജി ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ എക്സെപ്ഷൻസ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കേസിലായിക്കോട്ടെ അയണൈസേഷൻ എനർജിയുടെ കേസസിലായിക്കോട്ടെ എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ എക്സെപ്ഷൻസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. ക്ലാസ്സസ് കണ്ടുപോകുന്ന സമയത്ത് പറയുന്ന എക്സെപ്ഷൻസ് എല്ലാം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നമുക്ക് എക്സെപ്ഷൻസ് എടുത്തിട്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. റെഗുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നാൽ എല്ലാവരും ശരിയാക്കും, അത് നോർമലി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ കൂടുതൽ എക്സാംസിന് വരാൻ സാധ്യതയുള്ളത് എക്സെപ്ഷൻസ് ഉള്ള കേസസ് എന്താണോ അതായിരിക്കും സ്പെസിഫിക്കലി ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ ഓരോ പോർഷൻ പഠിക്കുന്ന സമയത്തും ഇതുപോലെ എക്സെപ്ഷൻസ് ഉള്ളത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത നമുക്ക് 6 നമ്പറിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വെയ്റ്റ്സ് റൂളിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം, അതിനുശേഷം പോവാം. ഓക്കെ, വെയ്റ്റ്സ് റൂള് ഞാൻ ആദ്യം ജനറൽ ആയിട്ട് വെയ്റ്റ്സ് റൂളിന്റെ കാര്യങ്ങളൊന്ന് പറയാം. ബൊറൈൻസിന്റെ കേസിലും കാർബൊറൈൻസിന്റെ കേസിലും നമ്മുടെ സ്പീഷീസ് ക്ലോസോയാണോ നിഡോയാണോ അരക്കനോയാണോ ഹൈഫോയാണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ വെയ്റ്റ്സ് റൂൾ യൂസ് ചെയ്യുന്നത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 1 or 2 ചോദ്യങ്ങൾ എല്ലാ തവണത്തെ സെറ്റ് എക്സാമിനും ഈ പറയുന്ന വെയ്റ്റ്സ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ഒരു ബൊറൈൻ തന്നു കഴിഞ്ഞാൽ അത് ക്ലോസോയാണോ നിഡോയാണോ അരക്കനോയാണോ ഹൈഫോയാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് അവരുടെ ജനറൽ ഫോർമുല BnHn+2 അല്ലെങ്കിൽ BnHn 2- ഇതിൽ രണ്ടിലും ഏതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രക്ചർ ക്ലോസോയായിരിക്കും. ഓക്കെ, BnHn+2 അല്ലെന്നുണ്ടെങ്കിൽ BnHn 2- എന്നുള്ള രീതിയിലാണെങ്കിൽ അവരുടെ സ്ട്രക്ചർ ക്ലോസോയായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ B4H6 നോക്കിക്കേ, B4H6 അതായത് B4H4+2 എന്ന് എഴുതിക്കൂടെ, അതായത് BnHn+2 അല്ലെ. അപ്പൊ B4H6 അല്ലാന്നുണ്ടെങ്കിൽ B4H4 2- ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഏതെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ അവര് ക്ലോസോയായിരിക്കും. ആ നിഡോയുടെ കേസ് വരുമ്പോഴത്തേന് അവരുടെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ BnHn+4 അല്ലാന്നുണ്ടെങ്കിൽ BnHn4-. ഇതിൽ ഏതെങ്കിലും ആണ് സ്ട്രക്ചർ എങ്കിൽ നമുക്ക് പറയാം നിഡോയാണെന്ന്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ B4H8 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B4H4+4 എന്ന് എഴുതിക്കൂടെ, അതായത് BnHn+4 എന്ന് എഴുതിക്കൂടെ. സോ നമുക്ക് പറയാം B4H8 എന്ന് പറയുന്നത് നിഡോയാണെന്ന്. ഓക്കെ, അരക്കനോ ആവുമ്പോഴത്തേന് BnHn+6 എന്നുള്ള ഫോമിലായിരിക്കും അവരുടെ സ്ട്രക്ചർ വരുന്നത്. ആൻഡ് ഹൈഫോ ആവുമ്പോൾ BnHn+8 എന്നുള്ള ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലോസോ BnHn+2, നിഡോ BnHn+4, അരക്കനോ BnHn+6, ഹൈഫോ ആണെങ്കിൽ BnHn+8 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ക്ലിയർ ആണോ? ഞാന്
ഇതാണ്ട് ഒരു സ്പീഷീസ് എഴുതുകയാണ് B2H6. ഇവർ ഏതാണെന്നൊന്ന് പറഞ്ഞേ, ഇവരുടെ സ്ട്രക്ചർ എന്താണെന്നൊന്ന് പറഞ്ഞേ. B2H6. ഓക്കെ ഓക്കെ ബാക്കിയുള്ളവര് ഓക്കെ. നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B2H2+4 എന്ന് എഴുതാം 6നെ, അല്ലെ? അപ്പൊ B2H2+4 അല്ലാന്നുണ്ടെങ്കിൽ BnHn+4 എന്നുള്ള രീതിയിൽ കിടക്കുകയാണ്, അല്ലെ? അപ്പൊ അത് നിഡോയാണ്. അടുത്ത B9H11. B9H11. ഓക്കെ, ക്ലോസോയാണ്, അല്ലെ? അതായത് അത് BnHn+2 എന്നുള്ള ഫോമിൽ കിടക്കുകയാണ്. അപ്പൊ B9H9H11 എന്ന് പറയുന്നത് ക്ലോസോയാണ്. ഓക്കെ, ക്ലോസോയാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നോക്കുക. നമുക്ക് ഇപ്പൊ ഫോർമുല വെച്ചിട്ട് ഞാൻ പറഞ്ഞു ക്ലോസോയാണോ, നിഡോയാണോ, അരക്കിനോയാണോ, ഹൈപ്പോയാണോ എന്ന് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിനെ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തരുവാണ്, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഇൻ B6H10. B6H10-നകത്തുള്ള സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് കണ്ടുപിടിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം സ്പീഷീസ് ക്ലോസോയാണോ, നിഡോയാണോ, അരക്കനോയാണോ, ഹൈപ്പോയാണോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് അതിനുശേഷം എന്ത് വേണം? ക്ലോസോയാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം N+1 ആയിരിക്കും. നിഡോയാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം N+2 ആയിരിക്കും. അരക്കനോ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം N+3 ആയിരിക്കും. ഹൈപ്പോ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ N+4 ആയിരിക്കും സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ്. ഇപ്പൊ B6H10ന്റെ കേസ് തന്നെ നോക്കാം. B6H10ന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്? B6H10ന്റെ സ്ട്രക്ചർ എന്താ വരിക? നിഡോയാണ്, അല്ലെ? അപ്പം B6H10 നിഡോയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിഡോയുടെ കേസിൽ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം എത്ര? N+2. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ് ഇവിടെ? എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കേ, B6H10നെ നമുക്ക് എങ്ങനെ എഴുതാം? B6H6 4- എന്ന് വേണമെങ്കിലും എഴുതാം, അല്ലെ? B6H6 4- എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഈ ബിയുടെ എണ്ണം എന്താണോ അതാണ് എന്നിന്റെ എണ്ണം. ഓക്കെ, ബിയുടെ എണ്ണം എന്താ? 6. അപ്പൊ 6+2 8. B6H10-നകത്തുള്ള സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസിന്റെ എണ്ണം 8 എന്ന് കിട്ടും. ഓക്കെ, ആ ബിയുടെ എണ്ണം എന്താണോ അതാണ് N എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. പറഞ്ഞത് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? തരുന്ന സ്പീഷീസ് ക്ലോസോയാണോ, നിഡോയാണോ, ഹൈപ്പോയാണോ, അരക്കിനോ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ക്ലോസോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ N+1 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടായിരിക്കും. നിഡോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ N+2 ഉണ്ടായിരിക്കും. അരക്കിനോ ആണെന്നുണ്ടെങ്കിൽ N+3, ഹൈപ്പോ ആണെന്നുണ്ടെങ്കിൽ N+4. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി അടുത്ത ചോദ്യം, ഇത് മുന്നത്തെ ഒരു സെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. C2 B4H8 ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് കാർബൊറൈൻ. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കേസ് എല്ലാം ബൊറൈൻ ആണ്, അതായത് ബോറോണും ഹൈഡ്രജനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അവർ തന്നേക്കുന്ന കാർബൊറൈൻ ആണ്. കാർബൊറൈൻ എന്ന് പറയുമ്പോൾ ബോറോണിന്റെയും ഹൈഡ്രജന്റെയും കൂടെ ആരും കൂടെ വന്നിട്ടുണ്ട്? കാർബണും കൂടെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അതിന് കാർബൊറൈൻ എന്ന് പറയുന്നത്. അപ്പൊ കാർബൊറൈൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നോക്കിക്കേ, നിങ്ങള് കാർബണിന്റെ കേസിൽ അവരുടെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താ? കാർബണിന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്താ? എന്താ കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ്? എത്ര എണ്ണം ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട് കാർബണിന്റെ കേസിൽ, അല്ലെ? ഇനി ബോറോണിന്റെ കേസിൽ അവർക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? ബോറോണിന് 3 എണ്ണേ ഉള്ളൂ, അല്ലെ? ഹൈഡ്രജന്റെ കേസിൽ എത്ര എണ്ണം ഉണ്ട് വാലൻസ് ഇലക്ട്രോൺസ്? 1, അല്ലെ? അപ്പൊ കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 ഒരു ബോറോണും ഒരു ഹൈഡ്രജനൂടെ ചേർന്ന് കഴിഞ്ഞാൽ 3+1 അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര ആയിട്ട് മാറും?
4ആയിട്ട് മാറും അല്ലെ. ബി എച്ച് എന്ന് എഴുതി കഴിഞ്ഞാൽ അവരുടെ വാലൻസ് ഇലക്ട്രോൺസും 4ആയിട്ട് മാറും അല്ലെ. അപ്പൊ കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 4ആണ്, ബി എച്ചിന്റെ വാലൻസ് ഇലക്ട്രോൺസും എത്രയാണ്? 4ആണ്. അപ്പൊ നമുക്ക് കാർബണിന് പകരം കാർബണിനെ റീപ്ലേസ് ചെയ്ത് എന്തെന്ന് കൊടുക്കാം? കാർബോറൈൻസിനകത്ത് ബി എച്ച് എന്ന് കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ C2B4H8നകത്ത് C2ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? സിക്ക് പകരം BH ട്വൈസ് B4H8, അതായത് B2H2B4H8. അപ്പൊ ടോട്ടൽ എത്ര ബി ആയി? 6 ബി ആയി. എത്ര എച്ച് ആയി? 10 എച്ച് ആയി. ഇനി ഇവരുടെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞേ. B6H10 ആയി അല്ലെ. B6H10ന്റെ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? നിഡോയാണ്. നിഡോയാണ്. സോ നമുക്ക് മനസ്സിലായി C2B4H8 കാർബോറൈന്റെ സ്ട്രക്ചർ എന്ത് തന്നെയാണ്? നിഡോയാണ്. മനസ്സിലായോ? അപ്പൊ കാർബോറൈൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 4ആണ്. ഓക്കെ, ആൻഡ് ബി എച്ചിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണവും 4ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാർബണിനെ റീപ്ലേസ് ചെയ്ത് അവിടെ ബി എച്ച് എന്ന് ഇട്ട് കൊടുക്കുക. ബി എച്ച് എന്ന് ഇട്ട് കൊടുത്തിട്ട് നോർമലി ചെയ്യുന്നത് പോലെ ക്ലോസോ ആണോ നിഡോ ആണോ അരക്കിനോ ആണോ ഹൈപ്പോ ആണോ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പെട്ടെന്നൊന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. What is the number of skeletal electron pairs in B5H9? What is the number of skeletal electron pairs in B5H9? Okay, Dia D പറഞ്ഞു. Okay, Anjali, Jeena, Vinanda. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, നമുക്കിവിടെ തന്നിട്ടുള്ള സ്പീഷീസ് എന്താണ്? B5H9 ആണ് അല്ലെ. അതായത് അത് BnHn+4ന്റെ ഫോർമാറ്റിൽ കിടക്കുകയാണ്. അതായത് നിഡോയാണെന്ന് മനസ്സിലായി. നിഡോയാണെന്നുണ്ടെങ്കിൽ സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് എത്രയാണ്? N+2 സ്കെലിറ്റൽ ഇലക്ട്രോൺ പെയർസ് ആണ്. എന്നിന്റെ വാല്യൂ എത്ര ബി ഉണ്ട് ഇവിടെ? 5 ബി അല്ലേ. അപ്പൊ എന്നിന്റെ വാല്യൂ 5. സോ N+2 എന്ന് പറയുന്നത് 5 + 2 7. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താ? 7 ആണ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് ചെയ്തേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലോസോ കാർബോറൈൻ? തന്നിട്ടുള്ളതിൽ ക്ലോസോ കാർബോറൈൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോസോ കാർബോറൈൻ ഏത് എന്നല്ല, ക്ലോസോ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. പെട്ടെന്ന് ചെയ്തേ. ഓക്കെ, ഓക്കെ. ആദ്യത്തെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അത് നിഡോയാണെന്നല്ലേ. സിക്ക് പകരം നമ്മൾ ഓക്കെ BH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ BH ട്വൈസ് B4H8, ദാറ്റ് ഈസ് B6H10 എന്ന് കിട്ടി. നിഡോയാണെന്ന് കിട്ടി. ബാക്കി ഇനി അങ്ങോട്ട് ഏത് നിങ്ങൾ ചെയ്ത് നോക്കിയാലും അതെല്ലാം നമുക്ക് ക്ലോസോ ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. വെയ്റ്റ്സ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡൗട്ട് ഒന്നും ഇല്ലേ? ഇത് മുന്നത്തെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വെയ്റ്റ്സ് റൂള് അല്ലെങ്കിൽ ബൊറൈൻസ് കാർബൊറൈൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നിങ്ങൾ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പം ഇനി 6 നമ്പർ ആണ് ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ 9 മണി വരെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഒരു 10-15 മിനിറ്റ് കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 നമ്പർ കവർ ചെയ്യാം ഇന്ന്. ഓക്കെ ആണോ? ആണെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ എടുത്ത് തീർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിലേക്ക് പെൻഡിങ്ങിന് വെക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് 6 നമ്പറും കൂടെ നോക്കാം.
അപ്പൊ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദി സ്റ്റിക്സ് നമ്പർ ഓഫ് B2H6? B2H6 എന്ന് പറഞ്ഞ സ്പീഷീസിന്റെ സ്റ്റിക്സ് നമ്പർ കണക്കാക്കാനായിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പം സ്റ്റിക്സ് നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറയാം. ആ ട്രിക്ക് വെച്ചിട്ട് ഏത് സ്പീഷീസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റിക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 3 സ്റ്റെപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ബിയുടെയും എച്ചിന്റെയും എണ്ണം മൈനസ് ചെയ്യുക. അതായത് ഇപ്പം B4H8 ആണ് നമ്മുടെ സ്പീഷീസ് എന്ന് കരുതുക. അതായത് അതിനകത്തുനിന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട ആ ബിന്റെ എച്ചിന്റെയും കൂടെ എണ്ണത്തിനെ അങ്ങ് കുറയ്ക്കുക. അതായത് 8 - 4 ചെയ്താൽ എന്ത് കിട്ടും? 4 കിട്ടത്തില്ലേ? അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ബിയുടെ എച്ചിന്റെയും കൂടെ എണ്ണത്തിനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്പർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചു വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുത്ത സ്പീഷീസിനകത്തുള്ള ബിയും എച്ചും ഓഡാണോ ഈവൻ ആണോ അതോ അത് നിഡോ സ്പീഷീസ്. ആദ്യം നിങ്ങൾ നോക്കണ്ടേ, ഇപ്പം നിങ്ങൾക്ക് തന്ന സ്പീഷീസ് ഇപ്പം B6H10 ആണെന്ന് കരുതിക്കോ. അപ്പൊ B6H10 എന്ന് പറയുന്നത് സ്പീഷീസ് തരുന്ന ഉടനെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതൊരു നിഡോ സ്പീഷീസ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇത് നോക്കിക്കേ, B6H10 നിഡോ ആണല്ലോ. BNHN+4 എന്നുള്ള ഫോമിൽ കിടക്കുക. അപ്പൊ നിഡോ സ്പീഷീസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ST/X എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, ബിയിൽ നിന്ന് എച്ച് കുറച്ചപ്പോഴത്തേന് കിട്ടിയ ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ എസിന്റെ സ്ഥാനത്ത് കൊടുത്തിട്ട് എക്സിന്റെ സ്ഥാനത്ത് അങ്ങ് 0 കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് തരുന്ന ബൊറൈനിനകത്തുള്ള ബോറോണും ഹൈഡ്രജനും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ എന്താണെന്ന് നോക്കുക. ഓക്കെ, ആ നമ്പർ കണ്ടുപിടിച്ച് വെച്ചു, 4 കിട്ടി നമുക്ക് എന്ന് കരുതുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള ആള് ഒരു നിഡോയാണോ എന്ന് നോക്കുക. നിഡോയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, ഈ കുറച്ചപ്പോ കിട്ടിയ നമ്പർ എസിന്റെ സ്ഥാനത്ത് എഴുതിയിട്ട് എക്സിന്റെ സ്ഥാനത്ത് അങ്ങ് 0 കൊടുക്കുക. ഓക്കെ, ഇനി ഇൻ കേസ് നിഡോയാണോ എന്ന് നോക്കുന്ന സമയത്ത് അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. B2H6 നിഡോയാണ്, പക്ഷെ B2H6നെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യരുത്. നിഡോയായിട്ട് ഞാൻ പൊതുവെ നിഡോ കൺസിഡർ ചെയ്താൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ B2H6 ഒഴികെയുള്ള ബാക്കി നിഡോസിന്റെ കേസിലാണ് ഈ പറഞ്ഞ പോലെ എസിന് ആ സംഖ്യ കൊടുത്തിട്ട് എക്സിന് 0 ഇട്ട് കൊടുക്കേണ്ടത്. ഇൻ കേസ് നമ്മൾ എടുത്ത ആള് നിഡോയല്ല, ക്ലോസോയോ അരക്കനോയോ ഹൈപ്പോയോ എന്തോ ആയിക്കോട്ടെ, ഇപ്പം B4H6 എന്ന് പറയുന്ന സ്പീഷീസ് ആണെന്ന് കരുതിക്കും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 2 നമ്പേഴ്സ് ഓഡാണോ ഈവൻ ആണോ എന്നുള്ളത് നോക്കുക. 2 നമ്പേഴ്സും ഓഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം H5 2 നമ്പർ ഓഡ് ആയിട്ട് കിട്ടുന്നതെന്ന് കരുതുക. 2 നമ്പർ ഓഡ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം B-H ഒരു സംഖ്യ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ സംഖ്യ ഇപ്പൊ നിങ്ങൾക്ക് 4 കിട്ടിയെന്ന് വെച്ചോ, അതിനെ 2 ഈക്വൽ ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എസിനും എക്സിനും ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് 6 ആണ് കിട്ടിയെങ്കിൽ 3 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 പേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ കേട്ടുപോ, ഞാൻ എക്സാമ്പിൾസ് എടുത്ത് ചെയ്യിക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് H-B കണ്ടുപിടിച്ച ഒരു സംഖ്യ കണ്ടുപിടിച്ചു വെക്കുക. ഓക്കെ, ആ സംഖ്യ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം പിന്നെ നോക്കേണ്ടത് തന്നിട്ടുള്ളത് നിഡോയാണോ നോക്കുക. നിഡോയാണ് എന്നുണ്ടെങ്കിൽ ആ കണ്ടുപിടിച്ച് സബ്ട്രാക്ട് ചെയ്ത സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ സ്റ്റിക്സിനകത്ത് എസിന് ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. ഇൻ കേസ് അത് നിഡോയല്ല, ക്ലോസോയോ ഹൈപ്പോയോ അരക്കനയോ വല്ലോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ആ 2 നമ്പേഴ്സും ഓഡാണോ ഈവൻ ആണോ എന്ന് നോക്കുക. ഓക്കെ, ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പേഴ്സിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പൊ H-B ചെയ്തപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള നമ്പർ 4 ആണെന്ന് കരുതിക്കോ. 4 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇനി 6 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ 4 2 സ്പ്ലിറ്റ് ചെയ്യണം. ഇത് എസിന് ഇട്ട് കൊടുക്കുക, ഇത് എക്സിന് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇത് എസിന് ഇട്ട് കൊടുക്കുക, ഇത് എക്സിന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തപ്പോ 8 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് 6 2 അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ 6 എസിന് ഇട്ട് കൊടുക്കുക, 2 എക്സിന് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അത് ഈവൻ ആണ്, നിഡോയല്ല. പക്ഷെ ഈ പറയുന്ന BNHN+something അത് രണ്ടും ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഈ B-H കണ്ടുപിടിച്ച് വെച്ച സംഖ്യനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, പിന്നെ ഇനി ഇപ്പൊ രണ്ടും ഓഡ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് B-H കിട്ടിയിട്ടുള്ളത് 6 ആണെന്നുണ്ടെങ്കിൽ അതിനെ 3+3, 4 ആണെന്നുണ്ടെങ്കിൽ 2+2 ആക്കിയിട്ട് എസിനും എക്സിനും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം.
ഇവിടെ ആദ്യത്തെ സ്പീഷീസ് നോക്കിക്കേ നിങ്ങൾ, B2H6. ഓക്കെ, B2H6. അപ്പൊ ഇത് നോക്കുമ്പോ B2H6 ഇത് നിഡോയാണ് അല്ലെ, BnHn+4 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു B2H6 ഒഴികെയുള്ള നിഡോയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റേ കേസ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ബിയും എച്ചും തമ്മിൽ മൈനസ് ചെയ്യുക. എന്ത് കിട്ടും? 6 - 2 4 എന്ന് കിട്ടി. ഇനി നോക്കുമ്പോൾ 2 ഈവൻ നമ്പേഴ്സ് ആണ്. 2 ഈവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്, 4 ആണെന്നുണ്ടെങ്കിൽ 2 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ കിട്ടിയ സംഖ്യ 4 ആണെന്നുണ്ടെങ്കിൽ 2 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. കിട്ടിയ നമ്പർ 6 ആണെന്നുണ്ടെങ്കിൽ 4 2ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. കിട്ടിയ നമ്പർ 8 ആണെന്നുണ്ടെങ്കിൽ 6 2ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടിയ നമ്പർ എന്താണ്? 4 ആണ്. അപ്പൊ 2 ഈവൻ ആണെങ്കിൽ അതിനെ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യേണ്ടേ? 2 2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എസിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തു, എക്സിന്റെ സ്ഥാനത്തും 2 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കിക്കേ ഇവിടെ ആൻസറിനകത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം എസിന്റെ സ്ഥാനത്ത് 2 ആണ്, എക്സിന്റെ സ്ഥാനത്തും 2 ആണ്. ഇനി അടുത്ത് B5H11 കേസ് നോക്കുന്നു. B5H11 കേസ് നോക്കുന്നു. ഇവിടെ ആദ്യം നിങ്ങൾ നോക്കണ്ടേ ഇത് നിഡോയാണോ എന്നാണ്. അപ്പം നിഡോയാണോ? ഇത് ഏതാണ്? B5H11 എന്ന് പറയുന്നത് ഏതാണ്? ഏത് ബൊറൈനാണ്? ഏത് ടൈപ്പ് ഓഫ് ബൊറൈൻ ആണ്? അരക്കനോയാണ് അല്ലെ. BnHn+6 എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ അരക്കനോയാണ് സ്ട്രക്ചർ. അപ്പൊ നിഡോയുടെ കേസ് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടുപേരും ഓടാണ്. രണ്ടുപേരും ഓടാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? 11 - 5 എടുക്കുമ്പോൾ 6 കിട്ടി. ആ 6നെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 3 3. നോക്കിക്കേ, B5H11 ഫസ്റ്റ് സംഖ്യ 3, ലാസ്റ്റ് സംഖ്യ 3. ഓക്കെ, രണ്ടും നിഡോയല്ല, പക്ഷെ രണ്ടും ഓട് വന്നു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അടുത്ത നോക്കിക്കേ, B6H10. B6H10 കേസിൽ നമുക്ക് നോക്കുമ്പോഴേ അറിയാം അതെന്താണ്? നിഡോയാണ്. നിഡോയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ബിയും എച്ചിന്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 4 കിട്ടും. ആ 4നെ നമ്മൾ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു? 4നെ അതുപോലെ എസിന്റെ സ്ഥാനത്ത് എഴുതിയിട്ട് എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്. നോക്കിക്കേ, ഇവിടെ എസിന്റെ സ്ഥാനത്ത് 4, എക്സിന്റെ സ്ഥാനത്ത് 0 ആണ് അല്ലെ. അടുത്ത നോക്കിക്കേ, B9H15. B9H15 വരുമ്പോഴത്തേനും അത് നിഡോയാണോ? B9H15 എന്ന് പറയുന്നത് ഏതാണ്? B9H15 എന്താ വരിക? അരക്കനോയാണ് അല്ലെ. അപ്പൊ പിന്നെ നോക്കേണ്ടത് ഈവൻ ആണോ ഓടാന്ന് നോക്കുക. 2 ഓടാണ്. അപ്പൊ ഡിഫറൻസ് എടുത്തു. ഡിഫറൻസ് എടുത്തപ്പോ 6 ആണ് കിട്ടുന്നത്. അപ്പൊ ഓഡ് നമ്പറിന്റെ കേസിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 6 കിട്ടിക്കഴിഞ്ഞാൽ 3 3. അപ്പം എസിന് 3, എക്സിന് 3 ഇട്ട് കൊടുത്തു. ഓക്കെ, അടുത്ത കേസ് നോക്കിക്കേ, B10H14. ഇവരുടെ സ്ട്രക്ചർ എന്താ? B10H14ന്റെ B10H14ന്റെ സ്ട്രക്ചർ എന്താ? നിഡോയാണ് അല്ലെ. അപ്പൊ നിഡോയുടെ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്? നിഡോയുടെ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്? എച്ചിൽ നിന്ന് ബി കുറയ്ക്കുക. എന്ത് കിട്ടി? 14ൽ നിന്ന് 10 കുറച്ചു, 4 കിട്ടി. കിട്ടുന്ന സംഖ്യ അതുപോലെ എസിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആദ്യം നോക്കേണ്ടത് തന്നിട്ടുള്ളത് നിഡോയാണോന്ന്. നിഡോയാണെങ്കിൽ എച്ചും ബിയുടെ കുറച്ചിട്ട് കിട്ടുന്ന സംഖ്യ എസിന് ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. ഇനി നിഡോയ അല്ലാന്ന് കിട്ടിക്കഴിഞ്ഞാൽ 2 ഓടാണോ 2 ഈവൻ ആണോ നോക്കുക. 2 ഓടാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, ഇപ്പൊ 6 കിട്ടിക്കഴിഞ്ഞാൽ 3 3, 4 കിട്ടിക്കഴിഞ്ഞാൽ 2 2, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എസിനും എക്സിനും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി 2 ഈവൻ ആണെന്നുണ്ടെങ്കിലോ? 2 ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുത്ത ശേഷം നിങ്ങൾ നോക്കുക, അത് 4 ആണെന്നുണ്ടെങ്കിൽ 2 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 6 ആണെന്നുണ്ടെങ്കിൽ അത് 4 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 8 ആണെന്നുണ്ടെങ്കിൽ 6 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? എസും എക്സും കണ്ടുപിടിക്കുന്ന ക്ലിയർ ആണോ? ഇതാണ് സ്റ്റെപ്പ് 1. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ ഒരു 1-2 തവണ ഒന്ന് നോക്കി മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് കാര്യം മൊത്തത്തിൽ ക്ലിയർ ആവുള്ളൂ. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? എക്സാമ്പിൾസ് നമുക്ക് ലാസ്റ്റിൽ ചെയ്ത് നോക്കാം. ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പം സ്റ്റിക്സിനകത്ത് എസും എക്സും പറഞ്ഞു. ഇനി നടുക്കത്ത് ഒരു ടി ഉണ്ട്, നടുക്കത്ത് ഒരു വൈ ഉണ്ട്. അത് രണ്ടും എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അപ്പൊ സ്റ്റെപ്പ് 2ൽ നമ്മൾ ടിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടിയുടെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. സ്റ്റിക്സിനകത്തുള്ള എസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആ എസും ബിയും തമ്മിൽ കുറച്ച് നോക്കുക. കിട്ടുന്ന നമ്പറാണ് ടിക്ക് ഇട്ട് കൊടുക്കേണ്ട. നോക്കിക്കേ,
ഇവിടെ നമ്മൾ S2 കിട്ടി, എസിന്റെ സ്ഥാനത്ത് 2 കിട്ടി. ആൻഡ് ബിയുടെ എണ്ണം 2 ആണ്. 2 - 2 എന്താ? 0. അതാണ് നമ്മൾ ടിയുടെ സ്ഥാനത്ത് 0 എന്ന് ഇട്ട് കൊടുത്തത്. ഓക്കെ, അതേപോലെ ഇപ്പൊ ഇവരുടെ കേസിൽ എസിന്റെ വാല്യൂ നമുക്ക് 3 കിട്ടി, ബിയുടെ എണ്ണം 5 ആണ്. 5 - 3 എന്താ? 2. ആ 2 ആണ് നമ്മൾ ടിയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ എസിന്റെ സ്ഥാനത്ത് 4 ആണ്, ബിയുടെ സ്ഥാനത്ത് 6. അപ്പൊ 6 - 4 2. ആ 2 ആണ് നമ്മൾ ടിക്ക് ഇട്ട് കൊടുത്തത്. അപ്പൊ ടിയുടെ സ്റ്റിക്സിനകത്ത് ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്താ ഇട്ട് കൊടുക്കണ്ടേ? ടിയുടെ സ്ഥാനത്ത് നമ്മൾ എസിന്റെയും ഡിന്റെയും കൂടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ടിയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഒരാളെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്, വൈ. എസ്, ടി, വൈ, എക്സ്. എസ് കണ്ടുപിടിച്ചു, എക്സ് കണ്ടുപിടിച്ചു ആദ്യം, അതിനുശേഷം ടി കണ്ടുപിടിച്ചു. ഇനി വൈ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഓർക്കുക എപ്പോഴും ബിയുടെ എണ്ണം പ്ലസ് എച്ചിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ 2 കണ്ടുപിടിക്കുക. അതെന്ന് പറയുന്നത് എസും ടിയും വൈയും എക്സും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, ബിയുടെ എണ്ണം പ്ലസ് എച്ചിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എസും ടിയും വൈയും എക്സും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. നിങ്ങൾ B2H6ന്റെ കേസ് ഒന്ന് നോക്കിക്കേ. ബിയുടെ എണ്ണം 2, എച്ചിന്റെ എണ്ണം 6, ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8/2 4 എന്ന് കിട്ടി. ഇവിടെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 2 + 0 + 0 + 2 എന്താ? 4. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. നോക്കിക്കേ നിങ്ങൾ, ഇവിടെ നമുക്ക് ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം B2H6ന്റെ സ്റ്റിക്സ് നമ്പർ കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? B2H6 നിഡോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിഡോയുടെ കേസിൽ ഇവരെ കൺസിഡർ ചെയ്യത്തില്ല. 2 ഈവൻ നമ്പേഴ്സ് എന്നുള്ള കേസിൽ നോക്കിയാൽ മതി. B2H6 അവരുടെ കേസ് മാത്രമേ എക്സെപ്ഷൻ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിഡോ ആണെന്നുണ്ടെങ്കിലും നിഡോയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇവരുടെ കേസിൽ ഞാൻ എന്ത് ചെയ്തു? ആദ്യം എസ്, ടി, വൈ, എക്സ് എന്ന് ഇട്ടു. അതിനുശേഷം ഞാൻ എസും എക്സും ആദ്യം കണ്ടുപിടിക്കാൻ പോവാ. എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ ഈ 2 നമ്പേഴ്സ് നോക്കിയപ്പോഴത്തേന് 2 പേരും ഈവൻ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം H - B കണ്ടുപിടിക്കും. അതെന്ത് കിട്ടി? 6 - 2 4 കിട്ടി അല്ലെ. അപ്പൊ 4 കിട്ടിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നാ പഠിച്ചത്? ഈ 2 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 2 + 2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എസിനും 2 കൊടുത്തു, എക്സിനും 2 കൊടുത്തു. ഓക്കെ, ഇനി ടിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞത്? ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എസിന്റെ വാല്യൂവും ബിയുടെ വാല്യൂവും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എസിന്റെ വാല്യൂ 2 ആണ്, ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറും എന്താണ്? 2 ആണ്. അപ്പൊ S - B എന്ന് പറയുന്നത് 2 - 2 എന്ന് കിട്ടും, which is equal to 0. അപ്പൊ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ y കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ബിയുടെ എണ്ണം പ്ലസ് എച്ചിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എസും ടിയും വൈയും എക്സും കൂടെ കൂട്ടുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ ബിയുടെ സ്ഥാനത്ത് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? 2. എച്ചിന്റെ സ്ഥാനത്ത് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? 6. ഓക്കെ, അപ്പൊ 2 + 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്ര? 6, 7, 8, 8/2 4. അപ്പൊ 4 വേണം നമുക്ക് എസും ടിയും വൈയും എക്സും കൂടെ കൂട്ടുമ്പം കിട്ടേണ്ട സംഖ്യ. ഓക്കെ, ഇവിടെ എസിന്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 2 പ്ലസ് ടിയുടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 0 പ്ലസ് വൈയുടേത് നമ്മൾ കണ്ടുപിടിച്ചില്ല, അത് ഞാൻ വൈ എന്ന് തന്നെ ഇട്ടു, പ്ലസ് എക്സിൻ്റെത് നമ്മൾ കണ്ടുപിടിച്ചു 2. ഓക്കെ, അപ്പൊ 4 = 2 + 2 4, 4 + y എന്ന് കിട്ടി. ദാറ്റ് മീൻസ് വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. സോ നമുക്കിവിടെ വൈയുടെ സ്ഥാനത്തും 0 കൊടുത്തു കഴിഞ്ഞാൽ B2H6ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിക്സ് നമ്പർ നമുക്ക് എന്ത് കിട്ടി? 2002 എന്ന് കിട്ടി. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണോ കണ്ടുപിടിക്കുന്നത്? ഒരെണ്ണം കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് B5H11 ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, B5H11 ചെയ്തു നോക്കാം. B5H11ന്റെ കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എച്ചിൽ നിന്നും ബി കുറച്ചു, എന്ത് കിട്ടി? 11ൽ നിന്നും 5 കുറച്ചു, എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ H - Bയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ചു 6. ദെൻ ഇതിന് ശേഷം നോക്കേണ്ടത് ഇത് നിഡോ ആണോ എന്ന് ആദ്യം നോക്കാം. നിഡോ ആണോ? അല്ല, 5ന്റെ കൂടെ 6 കൂട്ടുമ്പോഴാ 11. അപ്പൊ ഇത് അരക്കനോയാണ്. അപ്പൊ നിഡോയുടെ കേസ് കൺസിഡർ ചെയ്യേണ്ട. 2 പേരെ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇവരെ നമ്മൾ ഈക്വൽ ആയിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ. ഓക്കെ, ഓഡ് നമ്പർ ആണെങ്കിൽ ഈ ഡിഫറൻസിന് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പഠിച്ചു. അപ്പൊ എസ്, ടി, വൈ, എക്സ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോ 3 എന്ന് കിട്ടി. എസിനും 3 കിട്ടി, എക്സിനും 3 കിട്ടി. അടുത്ത് ടിയുടെ വാല്യൂ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്
ബിയുടെ വാല്യൂ എസിന്റെ വാല്യൂയും കൂടെ സബ്ട്രാക്ട് ചെയ്തു. ബിയുടെ വാല്യൂ 5 ആണ്, എസിന്റെ വാല്യൂ 3 ആണ്. രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ടിയുടെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു. അതിനുശേഷം നമ്മൾ y കണ്ടുപിടിക്കും. എങ്ങനെയാ? ബി പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ബിയുടെ വാല്യൂ 5, എച്ച് 11 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 11 5 16, 16 ബൈ 2 8 എന്ന് കിട്ടി അല്ലെ. അപ്പൊ എസും ടിയും വൈയും എക്സും കൂടെ കൂട്ടുമ്പോ 8 കിട്ടണം. അപ്പൊ 8 ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2 പ്ലസ് വൈ പ്ലസ് 3. ദാറ്റ് ഈസ് 8 ഈസ് ഈക്വൽ ടു 3 3 6 8, 8 പ്ലസ് വൈ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റിക്സ് നമ്പർ എന്ത് കിട്ടി? 3203. നോക്കിക്കേ, B5H11 3203 എന്ന് കിട്ടി. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇന്ന് തന്നെ ഞാൻ ആ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് വരികയാണ്, ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പൊ ഇൻ കേസ് ഈ പറഞ്ഞ മെത്തേഡൊക്കെ നിങ്ങൾ മറന്നുപോയി എന്ന് കരുതിക്കോ. നിങ്ങൾക്ക് ഇപ്പൊ അവസാനത്തെ എക്സിന്റെ വാല്യൂ, അവസാനത്തെ നിങ്ങൾ പഠിച്ച ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, ബി പ്ലസ് എച്ച് എ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എസ് പ്ലസ് ടി പ്ലസ് വൈ പ്ലസ് എക്സിന് തുല്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ബി പ്ലസ് എച്ച് 6 പ്ലസ് 2 8, 8 ബൈ 2, 8 ബൈ 2 എന്ന് പറയുന്നത് 4 ആണ്. എസും ടിയും വൈയും എക്സും കൂടെ കൂട്ടുമ്പോൾ 4 കിട്ടുന്ന ഓപ്ഷനാണ് ശരിയെന്നറിയാം. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 പ്ലസ് 2 4 കിട്ടുന്നുണ്ട്. ഇവിടെ 2 പ്ലസ് 1 3 കിട്ടുന്നുള്ളൂ. ഇവിടെ 2 2 4, 4 പ്ലസ് 2 6 കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇപ്പൊ ഇൻ കേസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ബി പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എസ് പ്ലസ് ടി പ്ലസ് വൈ പ്ലസ് എക്സിന് തുല്യമാണ്. ഈ ഒരു കാര്യം മാത്രം അറിയാമെങ്കിൽ പോലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ലാസ്റ്റ് പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇൻ കേസ് ഞാൻ പറയാണ് മൊത്തത്തിൽ കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾ മറന്നുപോയി, നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ പോലും ഈ ഒരു ഇക്വേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി. ബി പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എസ് പ്ലസ് ടി പ്ലസ് വൈ പ്ലസ് എക്സിന് തുല്യമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇൻ കേസ് ഇത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മള് റെക്കോർഡഡ് ക്ലാസ് ഇടുന്ന സമയത്ത് നിങ്ങൾ അത് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് വഴി ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിന്റെ റിപ്ലൈ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാനത് നിങ്ങൾ പറഞ്ഞാൽ മതി. മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ലൈവിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. സ്റ്റിക്സ് നമ്പറിന്റെ കേസിൽ ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട്. വേറൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. സ്റ്റിക്സ് നമ്പറിന്റെ കേസിൽ പിന്നെ ഒരു ചോദ്യം കഴിഞ്ഞ തവണ നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതായിരുന്നു, നമ്പർ ഓഫ് BBB bonds present in a borane having sticks code 4012. 4012 എന്നാണ് ഒരു പർട്ടിക്കുലർ ബൊറൈന്റെ കേസിൽ അവരുടെ സ്റ്റിക്സ് നമ്പർ തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര BBB bonds ഉണ്ട്, ഇതാണ് ചോദ്യം. ഓക്കെ, എത്ര BBB bonds ഉണ്ട്, ഇതാണ് ചോദ്യം. ഓക്കെ, ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, എപ്പോഴും സ്റ്റിക്സിനകത്ത് എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് 2 സെന്റർ 2 ഇലക്ട്രോൺ BHB ബോണ്ടുകളുടെ എണ്ണമാണ്. എസ് എന്ന് പറയുന്നത് BHB ബോണ്ടുകളുടെ എണ്ണമാണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് BBB ബോണ്ടുകളുടെ എണ്ണമാണ്. ഓക്കെ, ആൻഡ് വൈ എന്ന് പറയുന്നത് BB ബോണ്ടുകളുടെ എണ്ണമാണ്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് BH ബോണ്ടുകളുടെ എണ്ണമാണ്. ഓക്കെ ആണോ? അപ്പൊ BHB ബോണ്ടുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിക്സ് നമ്പറിന്റെ എസിന്റെ സ്ഥാനത്ത് എന്താണെന്ന് നോക്കിയാൽ മതി. BBB ബോണ്ടുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടിയുടെ സ്ഥാനത്ത് എന്താണെന്ന് നോക്കിയാൽ മതി. BB ബോണ്ടുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വൈയുടെ സ്ഥാനത്ത് എന്താണെന്ന് നോക്കിയാൽ മതി. ഇനി BH ബോണ്ടുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സിന്റെ സ്ഥാനത്ത് സംഖ്യ എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ എന്താ വരിക? ഓക്കെ, 0 ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു BBB ബോണ്ട് എന്ന് പറയുമ്പോ BBB ബോണ്ട് എന്ന് പറയുമ്പോ ടിയുടെ സ്ഥാനത്തുള്ളതാണ്. ഓക്കെ, ടിയുടെ സ്ഥാനത്ത് എന്താ 0 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം 0 ആണെന്ന്. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ഒരു രീതിയിലൂടെ നമുക്ക് ഇവിടെ നിന്ന് ചോദ്യം വരാം. നമുക്കിപ്പോ ക്വസ്റ്റ്യൻ വരാം, ഫൈൻഡ് ഔട്ട് ദി
total number of three-centered two-electron bonds three-centered two-electron bonds present in a species having the Stix number 4012. എന്തായിരിക്കും ആൻസർ വരുന്നത്? Find out the total number of three-centered two-electron bonds. എന്താ ആൻസർ വരിക? ത്രീ സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ട്സ് എന്ന് പറയുന്ന ഏതൊക്കെ ബോണ്ടുകളാണ്? BHB ബോണ്ടുകളും BBB ബോണ്ടുകളുമാണ് ത്രീ സെന്റേർഡ് ടു ഇലക്ട്രോൺ. അപ്പം BHB എന്ന് പറയുമ്പോൾ എസ്, BBB എന്ന് പറയുമ്പോൾ T. അപ്പൊ എസും ടിയും കൂടെ കൂട്ടുന്നതാണ് ത്രീ സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ടുകളുടെ ടോട്ടൽ എണ്ണം. ഇനി ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ടു സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ടുകളുടെ എണ്ണമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലോ? ടു സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ടുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലോ? Stix നമ്പർ 4012 തന്നിട്ട് ചോദിക്കുകയാണ് ടോട്ടൽ നമ്പർ ഓഫ് ടു സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ട് എത്രയാ? ഓക്കെ. ടു സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ BB ബോണ്ടുകളും BH ബോണ്ടുകളുമാണ്. BB ബോണ്ട് എന്ന് പറഞ്ഞാൽ Y, BH ബോണ്ട് എന്ന് പറഞ്ഞാൽ X. അപ്പൊ 1 + 2 3. ഓക്കെ. അപ്പൊ പല രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ BBB ബോണ്ടുകളുടെ എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ BHB ബോണ്ടുകളുടെ എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ BB ബോണ്ടുകളുടെ എണ്ണം ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ BH ബോണ്ടുകളുടെ എണ്ണം ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ത്രീ സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ടുകളുടെ എണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ ടു സെന്റേർഡ് ടു ഇലക്ട്രോൺ ബോണ്ടുകളുടെ എണ്ണം ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റിക്സ് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ. അപ്പൊ ഒന്നെങ്കിൽ വെയ്റ്റ്സ് റൂള് അല്ലെങ്കിൽ സ്റ്റിക്സ് നമ്പർ. ഈ രണ്ട് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് ഷുവർ ആയിട്ട് വരും. ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം ഒരു 2 ചോദ്യമെങ്കിലും എല്ലാ തവണത്തെ എക്സാംസിനും ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ഒരു മിനിമം 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് സെറ്റിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാ. നമുക്ക് അടുത്ത ലൈവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ? നമുക്ക് ഈ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു പോയാൽ മതിയോ? ആർക്കൊന്നും ഇല്ലേ പറയാൻ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത മൺഡേയിൽ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളും മൂന്നാമത്തെ മൊഡ്യൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ലൈവ് സെഷൻ എടുക്കാം. ആ 2 പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷനും അതിന്റെ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.